അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുക. ഈമാനു ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കാനാണ്. ജീവിതത്തിലുള്ള എല്ലാ നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും എന്റെ റബ്ബിന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കലാണ്. ഇത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. ഇതിലൊരാൾ വിശ്വസിക്കാതെ അയാളുടെ ഈമാൻ പൂർണ്ണമെന്നല്ല, അയാളെ മുഅ്മിനായി പരിഗണിക്കില്ല, മുസ്ലിമായി പരിഗണിക്കുന്നതല്ല. ഈമാനിന്റെ 6 കാര്യത്തിലും ഒരാൾ വിശ്വസിക്കണമല്ലോ. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാ. നന്മയായാലും തിന്മയായാലും അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ന് വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നന്മ വരട്ടെ തിന്മ വരട്ടെ. ഒരാളുടെ കുഞ്ഞ്, അയാൾക്ക് മകനുണ്ടായി, 2ാമത്തെ വയസ്സിലാണ് പനി പിടിച്ച് മരിച്ചു പോകുന്നത്. അവിടെ മരിച്ചാൽ ആർത്തി കരയുന്ന മാതാവിനോട് പറയാ, എന്റെ അല്ലാഹുവിന്റെ തൃപ്തിയാണെന്ന് നീ മനസ്സിലാക്കണേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി പോകുന്ന സമയമാണല്ലോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. എന്നിട്ട് ചോദിച്ചല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, അല്ലാഹുവിന്റെ ആത്മമിത്രമായ ഇബ്രാഹിം നബിയെ, അങ്ങേക്ക് എന്ത് സഹായമാണ് ഈ സമയത്ത് വേണ്ടതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ജിബ്രീലേ, എന്നെ തീയിലേക്ക് എടുത്തെറിയപ്പെടണം എന്ന തീരുമാനം എന്റെ റബ്ബിന്റെതാണ്, എന്റെ അല്ലാഹുവിന്റെതാണ്. ഞാൻ ആ തീയിൽ ചെന്ന് വീണാൽ അവിടെ ഞാൻ എന്താകണം എന്നും എന്റെ റബ്ബിനൊരു തീരുമാനമുണ്ടാകും. ആ തീരുമാനമല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ജിബ്രീലേ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് നന്മയായാലും തിന്മയായാലും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അയാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെന്റെ റബ്ബിന്റെ വിധിയാണ് എന്നാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അണ്ടകടാഹത്തിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോലും ലോകമൊന്നാകെ വിചാരിച്ചാലും കഴിയില്ല. ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ച തീരുമാനം മാറ്റാൻ, ആ തീരുമാനത്തിൽ നിന്ന് അയാൾക്ക് ഒരു വ്യതിചലനം ഉണ്ടാക്കി കൊടുക്കാൻ ലോകം മുഴുവൻ ശ്രമിച്ചാലും കഴിയില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഭൂമിലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും തീരുമാനിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നിനക്കൊരു കാര്യം ചെയ്തു തരണം എന്നവർ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ് നന്മ അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയെങ്കിലല്ലാതെ ആ നന്മ അവർക്ക് ചെയ്തു തരാൻ നിനക്ക് കഴിയില്ല. ഭൂമിലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും നിങ്ങളെ ഉപദ്രവിക്കണം എന്ന് തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാഇൽ ഖദറിൽ തീരുമാനത്തിൽ ആ ഉപദ്രവമില്ല എങ്കിൽ നിങ്ങളൊരു ചെറിയ രോഗത്തിന് പോലും പോറലേൽപ്പിക്കാൻ ലോകമൊന്നാകെ ഒരുമിച്ചാലും കഴിയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വിഷയത്തിലേക്ക് വരുന്നത് ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കാര്യങ്ങളെല്ലാം അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തിൽ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. അതിൽ അചഞ്ചലമായി വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിമാവുള്ളൂ. അതല്ലാതെ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയോ നൽകുന്ന സർട്ടിഫിക്കറ്റ് മുസ്ലിം റിലീജിയൻ എന്നുള്ളെടുത്തത് മുസ്ലിം മാപ്പിള എന്ന് എഴുതിയുകൊണ്ട് ഒരാൾ മുസ്ലിമാവൂല. അയാളുടെ വിശ്വാസം പൂർണ്ണമാകണേ. നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തായാലും വിശ്വസിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ തഖ്ദീർ ഖദാഉ പ്രകാരമാണ് നടക്കുന്നത്. ഭൂമി ലോകത്തൊരു മനുഷ്യനും ആ ഖദാഇൽ മാറ്റം വരുത്താൻ കഴിയില്ല. എന്നാൽ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖദാഉ ഖദറിന് മാറ്റം വരുത്താൻ പറ്റുന്ന വല്ലതും ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഉണ്ട്. എന്താണത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അദ്ദുആ, അത് പ്രാർത്ഥനയാണ്. മഹാനായ സൗബാൻ
റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അന്നഹു ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയാ ലാ യറദ്ദുൽ ഖദറ ഇല്ല ദുആ അല്ലാഹുവിന്റെ ഖദറിനെ മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നേ പ്രപഞ്ചത്തിലുണ്ട് അത് അദ്ദുആ പ്രാർത്ഥനയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തീരുമാനിച്ച നമ്മുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ അല്ലാഹു മാറ്റം വരുത്തും എപ്പോൾ മാറ്റം വരുത്താൻ കഴിയും നമ്മൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ഒരാൾ 80-ാമത്തെ വയസ്സിൽ മരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം എന്താ എപ്പോഴും അയാൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനല്ലാ ദീർഘായുസ്സ് തരണേന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ അയാൾക്ക് ആയുസ്സ് ദീർഘിപ്പിച്ചു കൊടുക്കാം ലാ യർദുൽ ഖലാ ഇല്ല ദുആ ഖലാഇനെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ടാണ് ദുആ കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നില്ല എന്തുകൊണ്ട് വിഷയം ഒരുപാട് പറയാനുള്ള സമയം ഭയപ്പെട്ടതുകൊണ്ട് ആ ഹദീസിൽ വേറെയും 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസ് ശ്രദ്ധിച്ചോളുവാൻ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് അന്നഹാ ഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയുന്നു ലാ യുഗ്നി ഹദറുൻ മിൻ ഖദർ ഈ ഹദീസ് ഞാൻ ഓതുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ടുവന്ന് പോവുകയാണ് ദുആയുടെ ഏത് സദസ്സിലേക്ക് ഉസ്താദിനെ ദുആ ചെയ്യാൻ വിളിച്ചാലും ഞാൻ പങ്കെടുത്ത സദസ്സിലല്ല ഈ ഹദീസ് മഹാനവറുകൾ ഓതുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരാൾ സൂക്ഷിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഒരാൾ എപ്പോഴും അയാൾ വാഹനം ഓടിക്കുമ്പോൾ ബ്രേക്കിലാ പോവാ 40 സ്പീഡിലേക്കാണ് പോകാറുള്ളത് 40ന്റെ മേലോട്ട് പോകാറില്ല ഇനി സ്പീഡ് കൂടി പോകണ്ട എന്ന് കരുതിയിട്ട് അയാൾ സ്പീഡ് നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ് എത്ര ആക്സിലേറ്റർ കൊടുത്താലും 40ന് മേലേക്ക് പോകില്ല വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോകുന്ന ആളാ അപ്പോഴാ ഒരു ദിവസം ഇയാൾ റോഡിന്റെ സൈഡിലൂടെ വളരെ സൂക്ഷിച്ചു വണ്ടി ഓടിക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്ന് ഒരു ലോറി ബ്രേക്ക് പൊട്ടിയിട്ട് നേരെ വന്ന് ഇടിച്ചത് ഇയാളുടെ വണ്ടിയിൽ നിന്നല്ല കാറിന്റെ മുകളിലേക്ക് ബൈക്കിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറി ഇയാൾ ലോറിക്കടിയിൽപ്പെട്ട് പിടഞ്ഞു മരിക്കുകയാണ് അന്ന് ഒരാൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക എന്നത് അത് ജീവിതത്തിൽ വന്നുപെട്ട പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാനും എടുത്തുപോകാനും ഇനി വരാനിരിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതെയാവാനും രണ്ടിനും ദുആ പറ്റും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ബലാ യൻസിലു അല്ലാഹുവിന്റെ ഹബീബ് പറയാ ബലാ താഴേക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് ബലാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇയാളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു മാരക രോഗം കൊടുക്കാൻ പോവാൻ ക്യാൻസർ അല്ലാഹു വിധിച്ചിരിക്കുകയാണ് ഇയാളുടെ ജീവിതത്തിൽ 48-ാമത്തെ വയസ്സിലാണ് ക്യാൻസർ പിടിപെടുമെന്ന് അല്ലാഹു തീരുമാനിച്ചത് ആ 48-ാമത്തെ വയസ്സിലേക്ക് ഇയാൾ കടക്കാണ് അപ്പോഴാ ഒരു ദുആ സമ്മേളനത്തിൽ ഇയാൾ പങ്കെടുക്കുന്നതല്ലെങ്കിൽ അയാൾ സ്വന്തം തന്നെ ദുആ ചെയ്യുന്നു അയൽപക്കത്തുള്ള രോഗിയുടെ ക്യാൻസർ രോഗം കാണാൻ പോയതാണ് ആ രംഗം കണ്ട് വേദനിച്ചു പോയാൽ അറിയാവുന്ന ക്യാൻസർ രോഗം എനിക്ക് നൽകല്ലേ എന്ന് ഇയാൾ ദുആ ചെയ്യുന്നു എത്രത്തോളം ഇയാൾക്ക് ക്യാൻസർ രോഗമല്ല വിധിച്ച രോഗം വരാൻ 1 മാസമോ 1 ദിവസമോ 10 ദിവസമോ ഒക്കെ ബാക്കിയുള്ളൂ ഇയാൾ പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്ന ദുആ ആ ബലാഇനെ കണ്ടുമുട്ടുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാ അങ്ങനെ അല്ലാഹു ഇയാൾക്ക് നൽകാൻ തീരുമാനിച്ച ബലാ എന്ന ക്യാൻസർ രോഗവും ഇയാളുടെ പ്രാർത്ഥനയും തമ്മിൽ മേൽപിടുത്തം നടത്തിക്കൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ ഈ ബലാ അയാളെ പിടിപെടുകയില്ല എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചമാക്കി തരണമേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയങ്ങളിൽ മാറ്റം വരുത്താൻ ഭൂമി ലോകത്തൊരാൾക്കും കഴിയില്ല, പ്രപഞ്ചത്തിലൊരാൾക്കും കഴിയില്ല അല്ലാഹുവല്ലാതെ. അല്ലാഹു മാറ്റം വരുത്തും എപ്പോഴാണ്? പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് ദുആ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്ത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബൂ ലീ ലഅല്ലഹും യർഷദൂൻ. ഫഇദാ സഅലക ഇബാദി അന്നി ഹബീബായ നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം ഫഇന്നി ഖരീബ് ഞാൻ അവരുടെ അടുത്തുണ്ട് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം നബിയെ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ആരെന്നോട് എന്ത് ചോദിച്ചാലും അവരുടെ ആ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം ചെയ്യുമെന്നവരോട് പറഞ്ഞേക്കണേ നബിയെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മെ അറിയിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ 186-ാമത്തെ ആയത്ത് എന്നോട് എന്റെ അടിമകൾ എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് നൽകുന്നതാണ്. അതുകൊണ്ടൊരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർ അനുസരിച്ചു കൊള്ളട്ടെ. എന്നെ പൂർണ്ണമായി അവർ അനുസരിച്ചാൽ അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. ശരിയല്ലേ? സിഎം വലിയുല്ലാഹി നവറല്ലാഹു മർഖദാ പൗരപ്രമുഖനായ കോഴിക്കോട് ജില്ലയിൽ ഉള്ള ഒരാളാണ്. ഒരു കാലത്ത് അയാൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുകയാണ് ഭാര്യയെ. ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടിരിക്കുകയാണ്. സിഎം വലിയുല്ലാഹിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവസാനം ഇങ്ങനെയാണ് പ്രതിസന്ധി ഉള്ളത്, ദുആ ചെയ്യണേ. അപ്പോഴാ പറഞ്ഞത് ആ രോഗം ആ ശരീരത്തിലില്ല, അത് വേണ്ട. അയാൾ കണ്ടിട്ടും പോകാൻ സമാധാനം കിട്ടുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞത് കുടുംബത്തേക്ക് വിവരമറിയിക്കാനാണ്. അവർ പറഞ്ഞു എന്തേ പോകാത്തത്? അതെ, ഒരു സമാധാനം വരുന്നില്ല. നിങ്ങളോടല്ലേ പറഞ്ഞത് പോകാൻ? നിങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേക്ക് ആ രോഗമുണ്ടാവുകയില്ല, രോഗമില്ല എന്ന് ഡോക്ടർമാർ നിങ്ങളോട് പറയും. എന്നിയാൾ പയ്യാളോട് പറഞ്ഞേക്കുകയാണ്, അയാളെ തിരിച്ചയക്കുകയാണ്. എന്നിട്ടും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോഴാണ് ഇയാളെ തെരഞ്ഞു വരുന്നുണ്ട് അയാളുടെ ഭാര്യാപിതാവ്. ഇയാൾ പറയുന്നു നിങ്ങളുടെ ഭാര്യയുടെ പിതാവ് തെരഞ്ഞു നടക്കുന്നുണ്ടല്ലോ, വേഗം പോയിക്കോളോ, വേഗം പോയിക്കോളോ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബൂ ലീ. എന്നോട് എന്റെ അടിമകൾ എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് നൽകും. അതിനവർ ചെയ്യേണ്ടത് ഞാൻ പറയുന്നവർ അക്ഷരം പ്രതി അനുസരിക്കണേ. എന്നോടവർ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ മാർഗദർശനം ചെയ്യപ്പെട്ടേക്കാം, അവർ ചോദിക്കുന്നത് അവർക്ക് നൽകപ്പെട്ടേക്കാം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൽ വേറൊരു ശൈലിയുണ്ട്. ആദ്യങ്ങൾ വിശ്വസിക്കും പിന്നെ ദ്വാരിക്കുന്നല്ലേ പറയണ്ടേ? അത് ഇവിടെ മറ്റേ ഈമാനല്ല പറഞ്ഞത്. ഇവിടെ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേൾക്കണം, എന്നോട് വിശ്വസിക്കണം എന്നാ നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചിട്ട് എന്നിട്ട് ദ്വാരനോടി ദ്വാരക്കും നിങ്ങൾ ഉത്തരണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ട് ദ്വാ ചെയ്യണം. അതുകൊണ്ടാണ് എന്നത് എന്നതിന്റെ പിന്നിൽ കൊണ്ടുവന്നത്. അല്ലാഹു പറയണം നിങ്ങൾ എന്ത് ദ്വാ ചെയ്താലും ഞാനത് തരും. ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. സൂറത്തുൽ നംലിലെ 62-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? പ്രയാസം അനുഭവിക്കുന്ന അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അയാൾ അനുഭവിക്കുന്ന പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കും. ഏത് പ്രയാസ? ഈ പ്രയാസം അയാളുടെ ജീവിതത്തിൽ വിധിച്ചത് അല്ലാഹുവാണ്. വയജഅലകും ഖുലഫാഅൽ അർള്. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലാഹു നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളായി നിയോഗിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിലാണോ ദുആ നിലനിൽക്കുന്നത് ആ സമൂഹത്തിന് നാശമില്ല. അവരാ ജീവിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും ഉന്നതരാകുമെന്ന് നബിയുന എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം
നിശ്ചയിച്ച അല്ലാഹു തന്നെയാണ്. ആ നിശ്ചയങ്ങളിൽ മാറ്റം വരുത്താൻ എന്നോടുള്ള പ്രാർത്ഥന സഹായിക്കുമെന്ന് അല്ലാഹു പഠിപ്പിച്ചത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം വിളിച്ചു പറയാൻ നമ്മെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ശ്രദ്ധിക്കണേ നിങ്ങൾ, അല്ലാഹു മനുഷ്യർക്ക് മാതൃകയായി നിയോഗിച്ച പ്രവാചകന്മാർ, ലോകത്ത് കടന്നു വന്ന 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരിൽ ഖുർആൻ പേരെടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തിയ ചില പ്രമുഖരായ പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ അധിക ആളുകളുടെയും പ്രാർത്ഥന അല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, ദുആ ചെയ്തിട്ടുള്ള കാര്യം അൽ ഫാത്തിഹത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുക, ഉസ്താദേ ദുആ ഞങ്ങളൊക്കെ സമ്മതിച്ചതാണ്, ശരിയാ, അൽ ഫാത്തിഹത്തിന്റെ കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ലാഹുവേ വിഷയം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ അധിക പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അല്ലാഹു എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ആരാ? അല്ലാഹു തആലയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ നിഅമൽ അബ്ദു ഇന്നഹു അല്ലാഹ്, എന്റെ അടിമയായ അയ്യൂബ് അലൈഹിസ്സലാം എത്ര നല്ല മനുഷ്യനാണ്. ഏതു കാര്യത്തിലും തന്റെ റബ്ബിലേക്ക് മനസ്സ് കൊടുത്ത് പ്രാർത്ഥിച്ചു അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഒരു അടിമയാണ് എന്റെ അടിമയാണ് അയ്യൂബ് എന്ന അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. ആ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം മാത്രമല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ മറ്റൊരു വിശേഷണമാണ് എന്റെ അടിമയായ അയ്യൂബ് വല്ലാത്ത ക്ഷമാശീലനായ ആളാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ക്ഷമ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് അല്ലാഹു അയ്യൂബ് അലൈഹിസ്സലാമിനെ എടുത്തു പറഞ്ഞത്. ആ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അല്ലാഹു വിധിച്ച ഒരു വിധിയായിരുന്നു മാരകമായ രോഗമെന്ന് പറയുന്നത്. മാരകമായ രോഗം അല്ലാഹു വിധിച്ചു. ശരീരമാകെ വർണ്ണമായിരിക്കുകയാണ്, എല്ലാ ഭാഗങ്ങളും പഴുത്തിങ്ങനെ ഒലിക്കുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാമിനെ ആളുകൾ പറഞ്ഞു, അയ്യൂബേ നീയല്ല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന എന്റെ അല്ലാഹു നീ പറഞ്ഞതൊക്കെ കേൾക്കുമല്ലേ നീ പറയുന്നത്? എന്റെ റബ്ബിനോട് ദുആ ചെയ്താൽ പോരെ അയ്യൂബേ. പക്ഷെ അയ്യൂബ് അലൈഹിസ്സലാം ദുആ ചെയ്തില്ല. എന്റെ ഖദാഇൽ എന്റെ റബ്ബിന്റെ വിധിച്ചാലും ഞാനതിൽ ക്ഷമിക്കുന്നു എന്ന ക്ഷമയായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ കരുത്തെങ്ങനെയായിരുന്നു. അതുകൊണ്ട് ക്ഷമിച്ചു. ആ ക്ഷമ അല്ലാഹുവിനെ പോലും അത്ഭുതപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്റെ അടിമയായ അയ്യൂബ് അലൈഹിസ്സലാം ക്ഷമാശീലരുടെ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞതാണ്. അയ്യൂബ് അലൈഹിസ്സലാം ദുആ ചെയ്തില്ല. രോഗം മൂർജിച്ച് നാവിനും ഹൃദയത്തിനും ബാധിക്കുന്ന അവസ്ഥയിലായി. നാവിനും ഹൃദയത്തിനും ബാധിച്ചാൽ അല്ലാഹുവിനെ ഓർക്കാനും കഴിയില്ല, പിന്നെ ദിക്റ് ചൊല്ലാൻ കഴിയില്ല. നാവിനെ ബാധിച്ചാൽ പിന്നെ ദിക്റ് ചൊല്ലാൻ കഴിയാതെ വരും. ഹൃദയത്തിന് ബാധിച്ചാൽ അല്ലാഹുവിനെ ഓർക്കാനും കഴിയാതെ വരും. ഹൃദയത്തിനും നാവിനും രോഗം ബാധിക്കുമോ എന്ന അവസ്ഥ വന്നപ്പോഴാണ് രണ്ട് കൈയും മേലോട്ടുയർത്തുകയാണ് അയ്യൂബ് അലൈഹിസ്സലാം. അന്ന് തന്നെയാണ് ആരെങ്കിലും എടുത്തു പറയുന്നത്, അയ്യൂബ് ഇദ്നാദാ റബ്ബഹ അന്നീ മസ്സനിയൽ മുർറു വഅൻത അർഹമുർ റാഹിമീൻ. നമ്മുടെ അടിമയായ അയ്യൂബ് അലൈഹിസ്സലാമിന് പ്രയാസം ബാധിച്ചപ്പോൾ ഇരു കരങ്ങളും ഉയർത്തി നമ്മോട് ദുആ ചെയ്തു, അന്നീ മസ്സനിയൽ മുർറു, അല്ലാഹുവേ എന്നെ പ്രയാസം ഗ്രസിച്ചിരിക്കുകയാണ്, വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ, സുഖപ്പെടുത്തണേന്നൊന്നും പറഞ്ഞില്ല. എന്റെ അയ്യൂബ് അലൈഹിസ്സലാം അപമര്യാദയാകുമോ എന്ന് കരുതിയിട്ട്, പടച്ചോനെ എന്നെ രോഗം ബാധിച്ചിരിക്കുകയാണ്, നീ കാരുണ്യവാനാണല്ലോ എന്ന് പറഞ്ഞുള്ളൂ. ദുആയാണത്. ഫസ്തജബ്നാ ലഹു, അല്ലാഹു പറയാണ് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ദുആക്ക് നമ്മൾ ഉത്തരം കൊടുത്തു. ഫകശഫനാ മാ ബിഹി മിൻ മുർറിൻ, അവരെ ബാധിച്ചിരിക്കുന്ന ആ രോഗം നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. വലിയ പരീക്ഷണം നാം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുടുംബവും മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നാം അവർക്ക് തിരിച്ചു കൊടുത്തു. അത്ര തന്നെ പിന്നെയും നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായും അതേപോലെ എന്നോട് ദുആ ചെയ്യുന്ന, എന്നനുസരിച്ച് ജീവിക്കുന്ന
ആളുകൾക്ക് ഒരു ഗുണപാഠമാകാൻ വേണ്ടിയുമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിളിച്ചു പറയാ. ഞങ്ങളുടെ ദുആ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. പ്രതിസന്ധികൾ വന്നപ്പോൾ പ്രവാചകന്മാർ ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ മുഖേന അവർക്ക് അല്ലാഹു അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികൾ നീക്കിക്കൊടുത്തു. മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഞാൻ സമയം ഭയപ്പെടുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് സമയം ലഭിക്കില്ല എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് വേണ്ടി ഒന്നുകൂടെ പറയാം. ഞാൻ سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. സൂറത്തുൽ അംബിയാഇന്റെ 87-ാമത്തെ ആയത്താണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം സമൂഹത്തിൽ പ്രബോധനം ചെയ്തു. പ്രബോധനം തന്നെ സമൂഹത്തിൽ ഫലം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ സമ്മതം ലഭിക്കുന്നതിൽ നിന്നും തന്നെ ദേഷ്യം പിടിച്ച് സമൂഹത്തിൽ നിന്ന് വിട്ടേച്ചു പോയി. സമൂഹത്തെ വിട്ടേച്ചു പോയി. അങ്ങനെ കപ്പലിൽ കയറി. ചരിത്രങ്ങൾക്കറിയല്ലോ, ചരിത്രം പറയാനല്ല ഞാനിത് പറയുന്നത്, വിഷയം പറയാൻ. അതുകൊണ്ട് ചരിത്രം വിട്ടുകളയുന്നു. അങ്ങനെ ഒരു സമുദ്രത്തിന്റെ തീരത്തെത്തി ഒരു കപ്പൽ കണ്ടു. കപ്പലിനെ കൈ കാണിച്ചു. കപ്പൽ അങ്കൂരമിട്ടു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ കയറ്റി. അപ്പോഴാണ് അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയി യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു നിശ്ചയിച്ച ഖലായിലേക്ക് അവരെ പിടിപെടുകയാണ്. അല്ലാഹുവിന്റെ ഖദർ പിടിപെടുകയാണ്. എന്താ? കപ്പൽ സമുദ്രത്തിന്റെ നടുവിലെത്തിയപ്പോൾ ആടി ഉലയാൻ തുടങ്ങി. കപ്പലുള്ള ആളുകൾ പറഞ്ഞു, എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഈ കപ്പലിൽ ദൈവകോപമുള്ള ആരോ ഉണ്ട്. കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവകോപമുള്ള ആരെ കപ്പലിൽ നിന്ന് പിടിച്ചു വലിച്ചെറിയണം. കടലിലേക്ക് വലിച്ചെറിയാമല്ലാതെ കപ്പൽ രക്ഷപ്പെടില്ല. അവർ തീരുമാനിച്ചവർ ചിന്തിച്ചു, എങ്ങനെ ദൈവബോധമുള്ള ആളെ കണ്ടെത്താൻ കഴിയും? നറുക്കിടാൻ തീരുമാനിച്ചവർ അങ്ങനെ നറുക്കിട്ടപ്പോൾ ആദ്യം നറുക്ക് വീണത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ്. 3 തവണ നറുക്കിട്ടു. 3 തവണയും നറുക്ക് വീണത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ്. മഹാനവറുകളെ പിടിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാ മത്സ്യം വന്ന് വിടുങ്ങുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം വിചാരിച്ചു, നമുക്ക് അവരെ ബാധിക്കാനിരിക്കുന്ന തിന്മ അവരെ പിടികൂടാൻ, അല്ലെങ്കിൽ ആ തിന്മ വരുത്താൻ നമുക്ക് കഴിയില്ല എന്നവർ ഭാവിച്ചുപോയോ. ഏതായാലും മത്സ്യത്തിന്റെ അകത്തിടുകയാണ്. സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ പാടെ വലിയൊരു മത്സ്യം വന്ന് വിടുകയാണ്. അപ്പോഴാണ് ചിന്തിക്കണേ നിങ്ങൾ, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാഹു അലം. പക്ഷേ ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്ക് അല്ലാഹു അല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്താണത്? അല്ലാഹുവോട് ദുആ ചെയ്യാണ്. സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അല്ലാഹു പറയാ, ഫസ്തജബ്നാ ലഹു. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് നമ്മൾ ഉത്തരം കൊടുത്തു. വനജൈനാഹു മിനൽ ഗം. അവരെ പിടികൂടിയിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ മുഅ്മിനീങ്ങളെ അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തുക. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പാഠമായി പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഖലായിൽ അല്ലാഹു മക്കളില്ല എന്നാണ് തീരുമാനിച്ചത്. മക്കളില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും ഇവിടെ. എല്ലാ കൊല്ലവും ദുആ ചെയ്യാൻ വേണ്ടി തന്നെ ലിസ്റ്റിലുണ്ടാവുമല്ലോ, മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ നമുക്ക് വിളിച്ചാണല്ലോ നമ്മുടെ വെളിച്ചം. എന്തിനാ നമ്മൾ എല്ലാ കൊല്ലവും പരിപാടി നടത്തുന്നത്? സഹചാരി എന്തുകൊണ്ട് നടത്തുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ കൽപ്പന കൊണ്ടുപോകാനാണ്. സക്കരിയ അലൈഹിസ്സലാമിന്റെ ഖലായിൽ അല്ലാഹു തീരുമാനിച്ചത് മക്കളില്ല എന്നായിരുന്നു. സക്കരിയ അലൈഹിസ്സലാം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹു എന്ന് പറയാണ്, സക്കരിയ ഇബ്നാദാ റബ്ബനാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിഥീൻ. അല്ലാഹുവേ, നീ എന്നെ ഒറ്റയാക്കി കളയല്ല റബ്ബേ, എനിക്ക് അനന്തരാവകാശികളെ തരണയല്ല എന്ന് അയ്യൂബ് സക്കരിയ നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ഫസ്തജബ്നാ ലഹു. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് നമ്മൾ ഉത്തരം കൊടുത്തു. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ വിഷയം വന്ധ്യത, പിതൃത്വം വിൽക്കപ്പെടാനുണ്ട് എന്നാണ്. അടുത്ത വെള്ളിയാഴ്ചയുടെ വിഷയം വന്ധ്യത, പിതൃത്വം വിൽക്കപ്പെടാനുണ്ട്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെയ്യട്ടെ. നമ്മൾ അവരുടെ ദുആക്ക് ഉത്തരം കൊടുത്തു. ആ ഖലാ നമ്മൾ
നിന്ന് മാറ്റി എന്നിട്ടോ നല്ലൊരു പ്രവാചകനെ തന്നെ നമ്മൾ സക്കറിയ അലൈഹിസ്സലാമിന്റെ മകനായി കൊടുത്തു. യഹ്യ അലൈഹിസ്സലാമിനെ മാത്രമല്ല ഈ ഒരു ദുആ കാരണമായി സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും നമ്മൾ സ്വാലിഹീങ്ങളിൽ പെടുത്തി. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെല്ലാ നന്മകളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു സക്കറിയ നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഒരു പ്രത്യേകതയായി എടുത്തു പറയുന്നുണ്ട്. യദഊനനാ റഗബൻ വറഹബാ. ഏറെ പ്രതീക്ഷയോടെയും ഭയപ്പെട്ടുകൊണ്ടും നമ്മളോട് ദുആ ചെയ്യുന്നവരായിരുന്നു സക്കറിയ അലൈഹിസ്സലാമിന്റെ കുടുംബം. വളരെ അല്ലാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരുന്നു സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. എന്താണെന്ന് ഖുർആനിലൂടെ എടുത്തു പറഞ്ഞത്? എന്തിനാടാ നിശ്ചയത്തിൽ ഫാത്തിഹ, എന്തിനാടാ ഗൾഫ് പോകുമ്പോൾ ഒരു ഫാത്തിഹ, എന്തിനാ പ്രസവിച്ചാൽ ഒരു ഫാത്തിഹ, എന്തിനാ മുടി കളയുമ്പോൾ ഒരു ഫാത്തിഹ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരിക്കും പഠിക്കാത്തതും വായിക്കാത്തതുമാണ്. ഫാത്തിഹക്കെതിരെ ഉറഞ്ഞുകൊള്ളുന്നവർക്ക് പറ്റിയ അബദ്ധമെന്ന് ഓർമ്മപ്പെടുത്താൻ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളോട് ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും നമ്മളോട് ദുആ ചെയ്യുന്ന കുടുംബമായിരുന്നു സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. സക്കറിയ നബിയും ഭാര്യയും മക്കളും അങ്ങനെയായിരുന്നു, മകനും ആ കുടുംബവും അങ്ങനെയായിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതല്ല. ദുആ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സല്ലല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ അല്ലാഹുവിനോട് ചൊല്ലുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹു ഖാല, മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി അസ്സ വജല്ല മിനദ് ദുആ. ദുആയേക്കാൾ അല്ലാഹു ഇഷ്ടമുള്ള വേറൊന്നുമില്ല, ദുആയേക്കാൾ അല്ലാഹു പരിഗണിക്കുന്ന മറ്റൊന്നുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആയേക്കാൾ അല്ലാഹു പ്രാമുഖ്യം കൊടുക്കുന്ന മറ്റൊന്നുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാൽ ദുആ അല്ലാഹുവിന് അത്രമാത്രം ഇഷ്ടമാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി പറയുന്ന മറ്റൊരു ഹദീസ്, സല്ലല്ലാഹു മിൻ ഫദ്ലി, എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഔദാര്യം ചോദിച്ചുകൊണ്ടിരുന്നോളൂ. ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു അൻ യസ്അല, ചോദിക്കപ്പെടുന്നത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഒരാൾ അല്ലാഹുവിനോട് അവന്റെ ആവശ്യം ചോദിക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മനുഷ്യൻ നേരെ എതിരാ. മനസ്സിലായില്ല? മനുഷ്യൻ നേരെ എതിരാ. ഒരു വട്ടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കൊടുക്കും. ഒരേ പള്ളിയുടെ പണി തന്നെ, അഞ്ചാമത്തെ വട്ടവും കളക്ഷന് ചെന്നാൽ പറയും പിന്നെ ഞാൻ ഇതിനായിട്ട് കുത്തിക്കാന്ന് മനസ്സിലാക്കണ്ടേ. അല്ലാഹ് അങ്ങനല്ല. ഒരു വട്ടം ചോദിച്ചാൽ അല്ലാഹുക്ക് ഇഷ്ടം, രണ്ടാമത്തെ ചോദിച്ചാൽ അതിലും കൂടുതൽ ഇഷ്ടം, 16ാമത്തെ തവണ ചോദിച്ചാൽ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ദുആ നമ്മുടെ വിഷയം. ഫാത്തിഹയ്ക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞു എന്നുള്ളൂ, അല്ലെങ്കിൽ പറയാനുണ്ട് പറയുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ആ ദുആക്ക് ഉത്തരം കൊടുക്കുന്നത് വഴിനിപ്പിക്കും. ഇതാ ഒലിങ്ങനെ ആ പ്രയാസത്തിൽ ഇങ്ങനെ കടന്നിട്ടുള്ളവരോട് പൊട്ടിക്കറിഞ്ഞ് ഇങ്ങനെ ദ്വാരക്കുമ്പോ ആ കണ്ണെന്ന് വരുന്ന കണ്ണുനീര് കാണാൻ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയാ, അല്ലാഹു വേഗം ഉത്തരം കൊടുത്താൽ പിന്നോം കരയില്ല. അതുകൊണ്ട് ആ കണ്ണീര് ഇങ്ങനെ അടിമയുടെ കണ്ണീര് കാണാൻ അല്ലാഹു വലിയ ഇഷ്ടമായതുകൊണ്ട് ദുആയുടെ ഉത്തരം അല്ലാഹു പിന്തിച്ചു കൊണ്ടുപോകുമെന്ന് മനുഷ്യനറിയാത്ത രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ കടന്നുവന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനോട് ദുആ ചെയ്യാമെന്നത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു യുഹിബ്ബു അൻ യസ്അൽ, ചോദിക്കപ്പെടുന്നത് അല്ലാഹു വലിയ ഇഷ്ടമാണ്. വഅഫ്ളലുൽ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇന്തിലാറുൽ ഫർജി, ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് ആ കാര്യത്തിൽ ഉത്തരം ഇങ്ങനെ കിട്ടുന്നത് പ്രതീക്ഷിച്ചിരിക്കുക എന്നത് ഏറ്റവും വലിയ ഇബാദത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ, ദുആ അല്ലാഹു ഇഷ്ടമായതുകൊണ്ടാണ് ഈമാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞത് ദുആയാ. ഈമാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അല്ലാഹു പിന്നെ നിസ്കാരം നോമ്പെന്നല്ല പറഞ്ഞു. അല്ലാഹു പറഞ്ഞത് പിന്നെ ഏതാ? പിന്നെ ദുആയാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാവർക്കും എന്റെ കൂടെ ഓതാൻ കഴിയായിരിക്കും. കാരണം മഗ്‌രിബിന് ശേഷം പലപ്പോഴും നമ്മൾ ഓതാറുണ്ടാവും. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഓതാൻ പറ്റാവുന്നവരൊക്കെ ഓതിക്കോളൂ. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി ഫഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈമാനാണ് ഈ ആമന റസൂലിൽ. ആമന റസൂൽ നമ്മൾ സാധാരണ പറയാം, അതന്നെയാണ് ഈമാൻ. ഈമാനാണ് ഈ ആയത്തിൽ വിഷയം. 1, ഈമാൻ പറഞ്ഞു കഴിഞ്ഞപാട് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി. ഈമാൻകാർ ഇങ്ങനെ എടുത്തു പറയാം. ഈമാൻകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു പിന്നെ പറയുന്നത് എന്താ? റബ്ബനാ. ദുആയാണ്. ദുആ ചെയ്യണം എന്നല്ല, ദുആ അല്ലാഹു പഠിപ്പിച്ചു തരുന്നതാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ. പടച്ചോനെ, ഞങ്ങൾ മറന്നു ചെയ്തു പോയതിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾ തെറ്റായി ചെയ്തു പോകുന്നതിൽ അല്ലാഹുവേ ഞങ്ങളോട് പൊറുക്കണയല്ല. അബദ്ധത്തിൽ ചെയ്തു പോകുന്നത് പൊറുക്കണയല്ല. അല്ലാഹു തന്നെ ദുആ ചെയ്യാൻ പഠിപ്പിക്കാൻ. ഈമാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അല്ലാഹു ദുആയാണ് പറഞ്ഞത്. മാത്രമല്ല അല്ലാഹു ദുആ ഇഷ്ടമായതുകൊണ്ടാണ് ഏത് ഇബാദത്താണെങ്കിലും നമ്മൾ എല്ലാ ഇബാദത്തും അല്ലാഹു ചെയ്യണമല്ലോ. ഏത് ഇബാദത്തും നമ്മൾ ചെയ്യുന്നുവെങ്കിലും ആ ഇബാദത്തിന്റെ എല്ലാം അന്തസത്ത ദുആയാണ്. അന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ഇബാദത്തിന്റെ അന്തസത്ത ദുആയാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? നിസ്കാരം. നിസ്കാരത്തെ കുറിച്ച് റസൂൽ നിസ്കാരത്തിൽ എന്താണ് നടക്കുന്നത്? പ്രാർത്ഥനയാണ്. സമീർ സാഹിബ് പോവാണ്. അള്ളാഹു പ്രവർത്തനത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല നിയ്യത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിയ്യത്ത് നന്നായ പൊതുപ്രവർത്തനത്തിനും കൂലിയാണ് അള്ളാഹു. കാരണം പൊതുപ്രവർത്തകന് നല്ലോണം ക്ഷമിക്കേണ്ടി വരുമല്ലോ. ചെറുതൊന്നുമല്ല പറയാ, വലുതാ പറയാ. 99 കിട്ടിയാൽ 100ാമത്തെ കിട്ടാഞ്ഞാലും ചീത്തറയും. ക്ഷമിക്കാനും കഴിയണം. നല്ല നിയ്യത്തിലായാലേ കൂലിയാണ്. അല്ലാഹുവേ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ അദ്ദുആഉ മുഖുൽ ഇബാദ. എല്ലാ ഇബാദത്തുകളുടെയും തലച്ചോർ ബ്രെയിൻ ദുആയാണ്. ബ്രെയിൻ ഒരു പ്രത്യേക അവയവമാണ് അല്ലേ? ആക്സിഡന്റ് ആയി അയാൾ മരിക്കുന്ന ഡോക്ടർ പറഞ്ഞെന്താ? തലച്ചോറിൽ രക്തം കെട്ട് പിടിച്ചിട്ടുണ്ട്, തലച്ചോറ് വീക്കായ ആള് പോയി എന്നതിന്റെ അർത്ഥം. എല്ലാ ഇബാദത്തുകളുടെയും പ്രധാന ഭാഗമാണ് ദുആ. അല്ലേ? നിസ്കാരത്തിൽ ഇതാണല്ലോ എന്താ നമ്മൾ ചെയ്യുന്ന? നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിസ്കാരം തുടങ്ങുമ്പോൾ ദുആയാണ്. അവസാനമോ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. ദുആയാണ്. ആദ്യം ദുആയാണ്, അവസാനം ദുആയാണ്. നിസ്കാരം തന്നെ ദുആയാണ്. സ്വലാ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ ദുആഉ, പ്രാർത്ഥന എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, റമദാൻ ദുആയാണ്. ഞാൻ പറയുന്നത് ദുആ അല്ലാഹുവിന് എത്രമാത്രം ഇഷ്ടമാണ്. റമദാൻ ദുആയാണ്. കാരണം നോമ്പിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അല്ലാഹു ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന്റെ ഇടക്കാണ് അല്ലാഹു ദുആയെ കുറിച്ചുള്ള ആയത്ത് തിരികെ വെച്ചത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ആയത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്ത് ഏതാ അറിയോ? നമ്മൾ നേരത്തെ ഓതിയ ആയത്താണ്. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദുആൻ ഇദാ ദഅാൻ. അത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് ദുആന്റെ ആയത്താ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നോമ്പിനെ കുറിച്ച് പറയുന്ന 2 ആയത്തുകൾക്കിടയിൽ അല്ലാഹു ദുആയെ കൊണ്ടുപോയി വെച്ചു. എന്തിന്? റമദാനിൽ നിങ്ങൾ ദുആയിൽ മുഴുകണം എന്ന് മനുഷ്യലോകത്തോട് പറയാൻ.
റമദാൻ ദുആയാൻ അല്ലാഹുമ്മ റഹംനാ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. നമ്മൾ റമദാൻ ചെയ്യുന്ന പ്രത്യേകമായ പ്രാർത്ഥനയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار. ഈ പ്രാർത്ഥന നടത്തണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരം ദുആയാൻ, നോമ്പ് ദുആയാൻ, സക്കാത്ത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആളുകളോട് സക്കാത്ത് വാങ്ങിയാൽ സക്കാത്ത് തന്നവർക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. കണ്ട അവിടെയും ദുആയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങയുടെ ദുആ അവർക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാക്കും. നബിയെ സക്കാത്ത് പറഞ്ഞെടുത്തും അല്ലാഹു ദുആ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജാണെങ്കിലോ ഹജ്ജിൽ ഒന്നും ചൊല്ലണം എന്ന് അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല. പിന്നെയോ ഹജ്ജിന്റെ 6 ദിവസവും 5 ദിവസവും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെ ദുആ ചെയ്യാനല്ലോ നിങ്ങൾ ദുആ ചെയ്തോളൂ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിലെ പ്രധാന കർമ്മമായി പരിചയപ്പെടുത്തിയത് അറഫയിൽ നിൽക്കലാണ്. അറഫയെ കുറിച്ച് റസൂലുള്ള ലോകത്തോട് പറഞ്ഞതെന്താ? എന്ത് നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചാലും കിട്ടുന്ന തരമാണ് അറഫ. അറഫയിൽ വെച്ചൊരാൾ ദുആ ചെയ്തിട്ട് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ ദുആയാണ്, എല്ലാം ദുആയാണ്. അല്ലാഹു വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു തന്റെ അടിമകളുടെ സ്വഭാവം അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. തന്റെ അടിമകളുടെ സ്വഭാവം സൂറത്തുൽ ഫുർഖാനിലാണ് അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞിട്ടാണ് ആയത്തിന്റെ തുടക്കം തന്നെ. അവിടെ കുറെ സ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ അല്ലാഹു എണ്ണിയത് എന്തറിയോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ എന്ന് അല്ലാഹു എണ്ണിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എണ്ണിയിട്ട് പറയാണ് വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദാ വഖിയാമാ വല്ലദീന യഖൂലൂന റബ്ബനാ اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ ആ സ്വഭാവങ്ങൾ എങ്ങനെ എണ്ണി വരുന്ന തരത്ത് അവസാനവും ദുആയാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം വിട്ടുകളയുകയാണ്, വേഗം കടന്നു പോവാൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ദുആ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാ ലോകങ്ങളിലും ദുആ ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിലർ പറഞ്ഞ എല്ലായിടത്തും ദ്വാരില്ല, നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ടൊന്നും ദ്വാരക്കണ്ട, മറ്റോടത്ത് ദ്വാരക്കണ്ട, അവിടെ ദ്വാരക്കണ്ട, ഇവിടെ ദ്വാരക്കണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. എല്ലാ ലോകത്തും ദ്വാണ്ടെന്ന് നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. എല്ലാ ലോകത്തും ദ്വായുണ്ട്. ദ്വാ അല്ലാഹുവിന് ഇഷ്ടമായതുകൊണ്ട് ഏതൊക്കെ ലോകത്ത് ദ്വാണ്ടോ ആ ദ്വാ മുഴുവൻ അല്ലാഹു എടുത്തു പറഞ്ഞു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം. സ്വർഗത്തിൽ പോലും ഒരു മനുഷ്യൻ അവൻ ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അവൻ ചെയ്യുന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. സ്വർഗത്തിൽ എന്തും കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്. ഒരു മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നത്, മനസ്സാഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. ഒരാൾ സ്വർഗത്ത് കടന്നു, അല്ലാഹു നമ്മളൊക്കെ കടത്തി തരട്ടെ. പഠിച്ചോനെ, സ്വർഗാവകാശികളിൽ ഈ നന്മ കൊണ്ടെന്നെങ്കിലും ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ. എല്ലാം കിട്ടും, മനുഷ്യൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനൊരു കാര്യം സാധിച്ചു കിട്ടണമെന്നുണ്ട്. അയാൾ ചെയ്യലെന്താ? ദ്വാരക്കലാണ്. ഇതിനെ സ്വർഗത്തിൽ ദ്വാരക്കണം. അള്ളാഹ് അയാളുടെ മനസ്സിലെ ഉദ്ദേശം അള്ളാഹ്ക്കറിയില്ലേ? ആ കാര്യം അള്ളാഹ് നിറവേറ്റി കൊടുത്താൽ പോരെ. പക്ഷെ അള്ളാഹ് ദ്വാ ഇഷ്ടമായതുകൊണ്ട് ആ രീതിയാണ് അള്ളാഹു സ്വർഗത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. കേൾക്കണം, പരിശുദ്ധ ഖുർആനിന്റെ വകയില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ ഫീ ജന്നാത്തിൻ നഈം ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം.
ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഭൂമിയിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു എത്തിക്കുന്നതാണ്. സ്വർഗ്ഗത്തിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇച്ഛിച്ചത് മുഴുവനും നമ്മൾ കൊടുക്കും. അത് നമ്മൾ കൊടുക്കണമെങ്കിൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് അവർ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ, സ്വർഗ്ഗത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ രീതി പോലും അല്ലാഹു എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, തലബുഹും ലിമാ യസ്തഹൂനഹു ഫിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ വെച്ച് വല്ല കാര്യവും ആഗ്രഹിച്ചാൽ അയ്യഖൂലു സുബ്ഹാനകല്ലാഹുമ്മ, സുബ്ഹാനകല്ലാഹുമ്മ എന്നവർ പറയലാണ്. അതായത് യാ അല്ലാഹ്, അവരെന്ത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം മനസ്സിലിങ്ങനെ വെച്ചിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ട് യാ അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ എന്ന് പറയുമ്പോഴാണ് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അപ്പൊ സ്വർഗ്ഗത്തിലും ദുആ ഉണ്ട്, ആറാഫിൽ ദുആ ഉണ്ട്. സ്വർഗ്ഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്, ആറാഫ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആറാഫ് സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല. അള്ളാഹു അമല് തൂക്കി വെക്കുന്ന സമയത്ത് ഇവരുടെ നന്മയും തിന്മയും കണക്ക ബറാബറ. അപ്പോഴായി ചങ്ങായിക്ക് തോന്നുന്ന പഠിച്ചോനെ, ഞാൻ ആ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലിയെന്നെങ്കിൽ കഴിച്ചിലാവായിരുന്നല്ലോ എന്നിവൻ വിലപിക്കൽ ആ സമയത്താണ്. രണ്ടും ബറാബറാണ്, സമമാണ്. നരകത്തിൽ പോകാനും ഇയാൾ അർഹനല്ല, സ്വർഗം കിട്ടാനും അർഹനല്ല. അപ്പോഴാണ് ആറാഫ് സൂറത്തിൽ ഒരു ഗ്രന്ഥത്തിൽ ഒരു സൂറത്തിന്റെ തന്നെ പേരാണത്. നരകത്തിന് സ്വർഗത്തിനടുക്കുള്ള സ്ഥലം, ആ സ്ഥലത്താണ് ഇവരുണ്ടാവുക. അറാഫിന് മുകളിൽ നിൽക്കുന്ന ആളുകൾ ദുആയിൽ മുഴുകുന്നു എന്ന് ഖുർആൻ. ശ്രദ്ധിക്കണേ, എവിടെയാണിത്? മരിക്കുന്നത് വരെയാണല്ലോ അമലുകൾ ഉപകാരപ്പെടുന്നത്. എന്നാൽ മരിക്കുന്നതോടെ അമലുകൾ നിന്ന് പോകുന്നതെങ്കിലും ദുആ നിൽക്കുന്നില്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മരിക്കുന്നതോടുകൂടെ ദുആ പോലും നിൽക്കുന്നില്ല. വഅലൽ അറാഫി റിജാലുൻ യഅരിഫൂന കുല്ലൻ ബിസിമാഹും വനാദൂ അസ്ഹാബൽ ജന്ന അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ وإذا صرفت أبصارهم تلقاء أصحاب النار قالوا ربنا لا تجعلنا مع القوم الظالمين. അറാഫിൽ വെച്ച് അറാഫിലുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി ദ്വാരക്കാൻ, അവിടെയും കൂട്ടായിട്ടാണ് ദ്വാരക്കണത്. ഞാൻ എന്നല്ല, രസം അതാ വലിയ രസം. അറാഫിലും കൂട്ടമായിട്ട് അദ്വാ റബ്ബനാ ലാ തജഅൽനാ, അല്ലാഹു എന്താ പറയുന്നത്? വഇദാ സുരിഫത് അബ്സാറുഹും തിൽഖാ അസ്ഹാബിൻ നാർ ഖാലൂ റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. അറാഫിൽ പെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ ഇടക്ക് നരകത്തിലേക്ക് നോക്കുമ്പോ നരകത്തിൽ ഇങ്ങനെ വെന്തുരുകുന്ന മനുഷ്യന്മാരെ കാണാൻ. അപ്പോൾ റബ്ബിനോട് ദ്വാരക്കാ റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. പഠിച്ചോനെ, സ്വർഗം നഷ്ടപ്പെട്ടു അതിന്റെ വേദന ഞങ്ങൾക്കുണ്ട്, എന്നാലും ഈ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ് എന്നവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്? ആറാഫിൽ ദുആയുണ്ട്, നരകത്തിൽ ദുആയുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഫാത്തിഹയെ കുറിച്ച് പറയുന്നില്ല. നരകത്തിൽ ദുആയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ദുആയുണ്ട്. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുകളയാൻ, എന്റെ സമയം ഞാൻ പരിഗണിക്കുകയാണ്. നരകത്തിൽ ദുആയുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദുആ ചെയ്യുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആന പറയുന്നത് എല്ലാ വസ്തുക്കളും ദുആ ചെയ്യുന്നുണ്ട്. കുല്ലും ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഖദ് അലിമ സ്വലാതഹു, ആ വസ്തുക്കളുടെ നിസ്കാരത്തിന്റെ രീതി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വലാത്ത അപ്പൊ എല്ലാം നിസ്കരിക്കുന്നുണ്ട് എന്നാണ്. എല്ലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന വൃക്ഷജരാദികൾ നിസ്കരിക്കുന്നുണ്ട്, പർവ്വപക്ഷികൾ നിസ്കരിക്കുന്നുണ്ട്. എല്ലാ പരമാണു മുതൽ ഭീമാകാരങ്ങളായ ഗാലക്സികൾ വരെ കുല്ലും ഖദ് അലിമ സ്വലാത. നിക്കറയായിട്ടാ പറഞ്ഞത് കുല്ലും, അതിൽ പെടാത്ത ഒന്നുമില്ല. ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹ. എല്ലാം അവയുടെ നിസ്കാരത്തിന്റെയും തസ്ബീഹിന്റെയും രീതി പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കാത്തവനും മനുഷ്യൻ മാത്രമാണ്. കാരണം ഓൻ അത് പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്ന കുട്ടീനോടാണല്ലോ പറഞ്ഞത്, ഉസ്താദ് എന്ത് പറഞ്ഞാലും 8:15 നീച്ചു പോന്നേക്കുണ്ട്, സ്കൂളിലെ ബസ് വരുമെന്ന്. ഇത് പഠിക്കാൻ പോയിരുന്നു മനുഷ്യൻ എത്ര വലിയ വിദ്യ എന്നാലോചിച്ചു നോക്കണങ്ങളെ. എന്താ മോൻ എഞ്ചിനീയർ ആവണം, അതിന് ഖുർആൻ പഠിച്ചാൽ പറ്റൂല. നിസ്കാരം പഠിക്കാനില്ല, സമയം പോകും. മോനെ ഉസ്താദ് എന്ത് പറഞ്ഞാലും 8:15 എഴുന്നേറ്റ് പോരണേ എന്ന് പറയുന്ന മനുഷ്യ, നിന്നെക്കാൾ വലിയ അക്രമി അല്ലാഹുവിന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ ആരാണടാ? ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. അല്ലാഹുവേ ബോധം നൽകണേ അല്ലാഹ്. കുല്ലും ഖദ അലിമ സ്വലാതഹു വ തസ്ബീഹ, എല്ലാം അതിന്റെ നിസ്കാരത്തിന്റെയും തസ്ബീഹിന്റെയും രീതി പഠിച്ചു വെച്ചിട്ടുണ്ട്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വത്തൈറു സാഫാത്ത്, കുല്ലും ഖദ അലിമ സ്വലാതഹു വ തസ്ബീഹ, കുല്ലും എല്ലാവരും ഖദ അലിമ സ്വലാതഹു, സ്വലാത്ത് എന്നതാ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ അല്ലേ. ഹയ്യ അല സ്വലാഹ്, ഹയ്യ അല സ്വലാഹ്, കുല്ലും ഖദ അലിമ സ്വലാതഹു, എല്ലാം അതിന്റെ നിസ്കാരത്തിന്റെ രീതി, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അലിമ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വ തസ്ബീഹ, തസ്ബീഹ് ചൊല്ലേണ്ട രീതിയും പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഖുർആനായ. അപ്പൊ നിസ്കാരത്തിനാണല്ലോ ദുആ ഉള്ളത്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ വസ്തുക്കളും അല്ലാഹുവോട് ദ്വാരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാന്റെ പ്രത്യേകതയെ കുറിച്ച് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് റസൂൽ പറയുന്നുണ്ട്, എല്ലാ വസ്തുക്കളും നോമ്പുകാരന് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്. അൽഹീതാനു ഫിൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, വത്തൈറു ഫിൽ ജബ്ബി, അന്തരീക്ഷത്തിലുള്ള പക്ഷികൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്, മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തിനാണ് അല്ലാഹു ഇതെടുത്തു പറഞ്ഞത്? ഒരാൾ ദുആ ചെയ്യുക, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നത് അല്ലാഹുവിനല്ല, അല്ലാഹുവിന് അത്രമാത്രം ഇഷ്ടമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നു. മാത്രമല്ല ഏത് സൃഷ്ടിയായാലും ഒരു മനുഷ്യനായാലും. ചില ആളുകൾ പറഞ്ഞ് അവിടെ ദ്വാരുന്നതിന് തെളിവ്, ഇവിടെ ദ്വാരുന്നതിന് ഇവിടെ തെളിവ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഗൾഫ് പോയില്ലല്ലോ, അന്ന് പിന്നെ അങ്ങനെ ദ്വാ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ദ്വാരക്കാം. കേൾക്കൂ എന്റെ പ്രിയമുള്ളവരെ, മനസ്സിരുത്തി കേൾക്കണേ നിങ്ങൾ. ഏത് മനുഷ്യന്റെ ഏത് സാഹചര്യത്തിലും ദ്വാ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒരു 2-3 ഉദാഹരണം പടച്ചോൻ പറഞ്ഞെന്ന അള്ള മനസ്സിലാക്കിയത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവൾക്ക് വാക്കുകളിൽ തിരിയുന്ന. അതുകൊണ്ട് ആ ഖുർആൻ ഇടക്കിടക്ക് ചോദിച്ചു അഫലാ യഖീലൂൻ. അത് ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ച ചോദ്യമല്ല, നമ്മളോടൊക്കെ ചോദിച്ച ചോദ്യം. അത് ശാസ്ത്രജ്ഞന്മാരോട് പരമാണു മുതൽ അണ്ഡകടാഹത്തിലെ ഗാലക്സികളിൽ വരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് പഠിക്കാൻ ചിന്തിക്കാൻ പറഞ്ഞതല്ല, സാധാരണ മനുഷ്യനോട് പോലും ചിന്തിക്കാൻ അല്ലാഹു പറഞ്ഞതാ. അഫലാ തഖീലൂൻ, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? നോക്കണങ്ങളെ, ഏതൊരു അവസ്ഥയിലും ദുആ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയാൻ പോണ വിഷയത്തിന്റെ ആമുഖമാണ്. ഏത് അവസ്ഥയിൽ ദുആ ചെയ്യലും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഗൾഫ് പോകുക എന്നുള്ളത് ഒരു അവസ്ഥയാണ്, ഗർഭിണിയാകുക എന്നുള്ളത് ഒരവസ്ഥയാണ്, അല്ലേ? വീട്ടു കൂടാന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന സമയമാണല്ലോ. അപ്പോഴൊക്കെ എങ്ങോട്ട് ദുആ ചെയ്യണമെന്ന് എന്ത് തെളിവ്? ശ്രദ്ധിക്കണം നിങ്ങൾ, ഏത് അവസ്ഥയിലും പ്രാർത്ഥന അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ചിന്താ നിമഗ്നനായിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ദുആ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളെ കുറിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് ആകാശത്തെയും ഭൂമിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, പടച്ചോനെ അല്ലാഹുവേ, ഇതൊക്കെ ഇത്ര വലിയ സംവിധാനത്തൊന്നും നീ വെറുതെ സൃഷ്ടിക്കൂലല്ലോ. ഫഖിനാ അദാബന്നാർ. ചിന്താ നിമഗ്നനായിരിക്കുന്ന ഒരാൾ ചിന്തിച്ചു കഴിയുന്ന ദുആ ചിന്തിച്ചിട്ട് അയാൾ ചെയ്യും ദുആ പോലും ഖുർആൻ എടുത്തു പറഞ്ഞതാ. ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രത്യേക അവസ്ഥയാണല്ലോ. നീ ശ്രദ്ധിക്കണം, ഒറ്റപ്പെടുക എന്നതൊരു പ്രത്യേകമായ അവസ്ഥയാണ്. ഒറ്റപ്പെടുന്ന സമയത്ത് ചെയ്ത ദുആ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഫിറഔന്റെ അനുയായിയായി
എന്ന ഖിബ്തിയെ കൊന്നു. കൊല്ലാൻ വേണ്ടി കൊന്നതല്ല, അടിച്ചപ്പോൾ അയാൾ മരിച്ചുപോയതാണ്. ഫിർഔൻ പിടിക്കുമെന്ന സന്ദേശം കിട്ടിയപ്പോൾ ഓടിപ്പോന്നു ഈജിപ്തിൽ നിന്ന്. അങ്ങനെ എത്തുന്നത് പറയാണ് വാദി ശുഐബ്, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമും ജനതയും താമസിക്കുന്ന സ്ഥലത്തേക്കാണ് മഹാനായ മൂസ അലൈഹിസ്സലാം എത്തുന്നത്. അതിന് ജോർഡാനിന്റെ ഭാഗമാണ്. മൂസാ നബി പേടിച്ചിട്ടാ പോകുന്നത്. വഴിയിൽ നിന്ന് കിട്ടുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഓടി ഓടി ദിവസങ്ങളോളം നടന്നവസാനം വാദി ശുഐബിന്റെ അടുത്തെത്തി. അവിടെ ഉണ്ട് ആളുകൾ വെള്ളം കുടിപ്പിക്കുന്നു, മൃഗങ്ങളെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിക്കുന്ന ഒരു കുഴി കണ്ടോ. കുറെ ആളുകൾ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അവിടെ വന്നുകൊണ്ട് മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നു. ആ സ്ഥലത്തിന് തൊട്ടടുത്തായി കണ്ട ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായി മൂസ അലൈഹിസ്സലാം അങ്ങനെ ദുഃഖിതനായി നിൽക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സമയമാണ്. അപ്പോഴാ അവിടെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ആളുകളുടെ തിരക്ക് കഴിയാൻ കാത്തിരിക്കുന്ന രണ്ട് മാന്യരായ പെൺകുട്ടികളെ കൊണ്ടത്. അത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ട് പെൺമക്കളായിരുന്നു. അവരുടെ കയ്യിലുള്ള മൃഗത്തെ വാങ്ങി വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു മൂസ അലൈഹിസ്സലാം. എന്നിട്ട് മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യുന്ന രംഗം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഫസഖാലഹുമാ ثم تولى إلى الليل فقال رب إني بما أنزلت إلي من خير فقير. അല്ലാഹുവേ റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. നീ എനിക്കിപ്പോൾ തരുന്ന ഏത് നന്മയാണെങ്കിലും ആ നന്മയിലേക്ക് ആവശ്യമുള്ള ആളാണ് റബ്ബേ നിന്റെ അടിമയായ മൂസ. അതുകൊണ്ട് നീ നിരാശനാകല്ല റബ്ബേ, എന്നെ നീ ഒറ്റപ്പെടുത്തല്ലോ എന്ന് മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു പറയണ ദുആക്ക് നമ്മൾ ഉത്തരം കൊടുത്തു. അവസാനം മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അതേപോലെ പീഡന സമയത്ത് ദുആ ചെയ്യുക. മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം ഒരു പ്രത്യേക അവസ്ഥയുള്ളോ. മഹാനായ മഹാനമഹദി ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി ആ സമയത്ത് ദുആ ചെയ്ത ദുആ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. വറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പീഡനത്തിൽ കടന്നിങ്ങനെ പുളയുമ്പോഴാണ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ആ ദുആ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. സന്തോഷമുള്ള സമയത്തുള്ള ദുആ ശ്രദ്ധിക്കണം. വീട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ദുഃഖാണോ? വീട്ടുകുടുംബം എന്താ? വീട്ടുകുടുംബം സന്തോഷം. പുതിയാപ്പിള പോകുമ്പോഴോ കരയില സന്തോഷിക്കലാണ്. സന്തോഷ സമയത്ത് ഒരു പ്രവാചകൻ ചെയ്ത ദുആ ഖുർആൻ എടുത്തു ധരിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഹത്താ ഇദാ അതു അലാ വാദിൻ നംല ഖാലത് നംലതുൻ യാ അയ്യുഹൻ നംല ദഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈനികരോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോഴാണ് ഒരു താഴ്വരയിലൂടെ നടന്നു പോകുന്നു. ആ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോ ആ താഴ്വരയിലുള്ള ആളുകളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ താഴ്വരയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കൂടെയുള്ള സൈനികരോട് പറയാണ്, കൂടെയുള്ള തന്റെ സൈനികരോട് പറയാം, ഈ താഴ്വരയിൽ ഇതാ ഇപ്പോൾ ഒരു ഉറുമ്പ് എഴുന്നേറ്റ് നിന്ന് ഉറുമ്പുകളുടെ നേതാവ് തങ്ങളുടെ അനുയായികളോട് പറയാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യവും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വേഗം അവരവരുടെ മാളങ്ങളിലേക്ക് കയറിക്കോളൂ. ലാ യഹ്തിമന്നകും സുലൈമാൻ വജനൂദു. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യവും നിങ്ങളെ ചവിട്ടി വിധിക്കാതിരിക്കാൻ വേഗം മാളങ്ങളിലേക്ക് കയറിക്കോളൂ എന്ന് ഉറുമ്പ് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടോ. ഉറുമ്പ് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകി എന്ന് ഖുർആൻ. എന്നിട്ടോ ആ സന്തോഷത്തിന്റെ സമയം അല്ലാഹു തനിക്ക് ചെയ്തു തന്നൊരു നിഅമത്ത് ആലോചിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചെയ്തതുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തറല്ലാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സന്തോഷമുണ്ടായപ്പോൾ ദുആ ചെയ്യുകയാണ് ചെയ്തത് എന്ന് ഖുർആൻ. സുലൈമാൻ നബി ചെയ്ത ദുആ പോലും ഖുർആൻ എടുത്തു ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഏത് കാര്യത്തിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് റഹ്മാനായ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഒരാൾ ദുആ ചെയ്യാതിരിക്കുക എന്നത് അല്ലാഹു വല്ലാത്ത ദേഷ്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ
ഗാഫിർ 60-ാമത്തെ ആയത്ത് വഖാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുകയാണ് ഉദ്ഊനി അസ്തജിബ് ലക്കും നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ എവിടെ എന്ന് പറഞ്ഞിട്ടില്ല ഉദ്ഊനി എപ്പോഴും നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി എന്നോട് ദുആ ചെയ്യാൻ മടി കാണിക്കുന്ന അഹങ്കാരികൾ ജഹന്നമ ദാഖിരീൻ അവർ നരകത്തിന്റെ വരവുകളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി ഇബാദത്ത് എന്നതിന്റെ അർത്ഥം എന്താ ദുആ എനിക്ക് എന്നോട് ദുആ ചെയ്യാൻ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അങ്ങനെ ദ്വാരക്കേണ്ട കാര്യമൊന്നുമില്ല അഹങ്കരിക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ ഞാൻ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദിന്റെ കാറിൽ എപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറിയായി സഞ്ചരിക്കുന്ന ആളാണ് എന്തിനാ ഗൾഫ് പോകുമ്പോൾ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്നോട് ദുആ ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകൾ നരകത്തിന്റെ വരവുകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇതുവരെ ചർച്ച ചെയ്തതിൽ നമുക്ക് മനസ്സിലായതുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനമായ ഘട്ടങ്ങൾ അപ്രധാനമായ ഘട്ടങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് റഹ്മാനായ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ദുആ ചെയ്യാതിരിക്കുക എന്നത് അല്ലാഹുവിന് അനിഷ്ടമാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഈ ബക്കറ്റ് എല്ലാ കൊല്ലം വരുന്നോണ്ട് പറയണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ഒരു വളണ്ടിയർ മൂപ്പരാടെ വന്ന് നിന്നത് ഞാൻ എന്താ പറയണമെന്നുള്ള സൂചനക്കായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും അകമടിഞ്ഞ് സഹായിക്കണം. നമ്മളെല്ലാവരും വലിയ വലിയ പൈസ കൊടുത്താൽ എല്ലാ ദിവസത്തെയും ആ പൈസ കൊണ്ട് നമ്മളെ പന്തലിൻ്റെ ചെലവ് അല്ലേ ആണ് പൂർത്തിയായിക്കോട്ടെ. 8 ലക്ഷം 6 ലക്ഷം 8 ലക്ഷം അറിയില്ല. നിങ്ങളെ കൊട്ടേഷൻ വാങ്ങാൻ കൊടുത്തുണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിജയത്തിലാക്കി തരട്ടെ. ഇത്രയും നേരം നമ്മൾ എന്തിനാത് പറഞ്ഞറിയോ? ഏത് സമയത്തും ഏത് ലോകത്തും ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ഈ ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യന്റെ ഞാൻ വേഗം പറയാം. അൽ ഫാത്തിഹ ആരംഭം ആദരവോടെ. ഒരു മനുഷ്യന്റെ പ്രധാനമായ ചില സന്ദർഭങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥന നടക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്, ഒരു സാഹചര്യമാണ് വിവാഹിതനാവുക എന്ന് പറയുന്ന സമയം. ഒരാൾ കല്യാണം കഴിക്കാൻ പോവാണ്. ഒരാളുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു രംഗമാണല്ലോ അത്, ഒരവസ്ഥയാണല്ലോ അത്. വിവാഹിതനാകാൻ പോവുക എന്നത് പല ആളുകളും കുടുംബജീവിതത്തിൽ വിജയിക്കാറുണ്ട്, ചിലർ പരാജയപ്പെടാറുണ്ട്. ചിലർ കല്യാണം കഴിഞ്ഞിട്ട് വിചാരിച്ചു പോകാറുണ്ട്, പഠിച്ചോനെ കല്യാണം കഴിക്കേണ്ടില്ലായിരുന്നു. ചില ആളുകൾ വിചാരിക്കാറുണ്ട്, റബ്ബേ ഞാൻ എത്ര ഇമ്പത്തിലായി പെണ്ണിനെ കണ്ടത്, 10 പവനാ ഞാൻ കണ്ടതിന് സമ്മാനായി കൊടുത്തത്, ഇങ്ങനൊരു കീറാമുട്ടിയാവും എനിക്കറിയില്ലെന്നല്ല റബ്ബേ. ഞാൻ പറയുന്നത് പലപ്പോഴും വിവാഹം കഴിഞ്ഞ് പലരും കരയാറുണ്ട്, പലരും ടെൻഷൻ അടിക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഘട്ടമാണ് വിവാഹം. വിവാഹ ജീവിതത്തിൽ വിജയിച്ചവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ദ്വാ ചെയ്താൽ പോരാ, നേരത്തെ ദ്വാ ചെയ്യണമെന്ന് അല്ലാഹു പഠിപ്പിക്കാണ്. നല്ല ശ്രദ്ധിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പെണ്ണ് കണ്ടതിന് ശേഷമല്ല ദ്വാ ചെയ്യേണ്ടത്, അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ദ്വാ ചെയ്തു തുടങ്ങണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. പഠിച്ചോനെ കൺകുളിർമയേകുന്ന ഭാര്യയും മക്കളെയും തരണയെന്ന് ദ്വാ ചെയ്യുന്നവനാണ് മുഅ്മിൻ എന്ന പരിശുദ്ധ ഖുർആൻ. അപ്പൊ വിവാഹിതനാകാൻ ഒരുങ്ങുന്നവനല്ല, അതിന് മുമ്പുള്ളവനെ ദ്വാ ചെയ്യണം നല്ല ഭാര്യയെ കിട്ടാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ഒരാൾ പെണ്ണ് കണ്ടു, പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണ് കണ്ടു, ആദ്യം തന്നെ കാണില്ല, കുടുംബക്കൊന്ന് പോയി കണ്ടു, പറ്റുന്നുള്ള അവസ്ഥ വന്നപ്പോ പുതിയാപ്പിള പോയി കണ്ടു, അയാൾക്ക് ഇഷ്ടമായി. പിന്നെ 2 കുടുംബങ്ങളും തീരുമാനിച്ചു നമുക്കെന്നാൽ വിവാഹം കഴിക്കാൻ ഒരു ഡേറ്റ് കാണുകയില്ലേ. അങ്ങനെ 2 കുടുംബത്തിൽ നിന്നുമുള്ള പ്രധാനികൾ വന്നു. എന്നിട്ട് ഡേറ്റ് കാണാൻ വേണ്ടി ഇവർ ഇരുന്നു. അങ്ങനെ ഡേറ്റ് കാണാൻ നമുക്ക് ജൂൺ 16-ാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ 24-ാം തീയതി മംഗലം കഴിപ്പിക്കാം. നമ്മുടെ മകളുടെയും നമ്മുടെ മകൻ
മകന്റെയും വിവാഹം അന്നേക്കേക്ക് നിശ്ചയിക്കാം. അതെ, എല്ലാവർക്കും സമ്മതല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും സമ്മതാന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് അൽ-ഫാത്തിഹ എന്നിട്ടൊന്ന് ദുആ ചെയ്യുകയാണ്. എന്താ ദ്വാരക്കണത്? പഠിച്ചോനെ ഈ സെപ്റ്റംബർ 24-ാം തീയതി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് റബ്ബേ, നിന്റെ ഖദായിലെ തീരുമാനം എന്താണെന്നറിയില്ല. ആ ദിവസം തന്നെ ഭംഗിയായി നടത്താൻ തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നവനെയാണോ അല്ലാഹ് ഇഷ്ടം? അങ്ങനെ ദുആ ചെയ്യരുത് എന്ന് പറയുന്നവനെയാണോ റബ്ബിനിഷ്ടം? പറയൂ, നിങ്ങളാ പറയേണ്ടത്. അങ്ങനെ ദുആ ചെയ്യുന്നവനെയാണോ റബ്ബിനിഷ്ടം? ദുആ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവനെയാണോ റബ്ബിനിഷ്ടം? തീരുമാനിക്കൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഇവിടെ ഫാത്തിഹയും കോത്തിഹയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നുപോയിട്ടില്ല. ഇന്ന് നടന്ന സംഭവം പോലെ എന്റെ മനസ്സിൽ തോന്നുകയാണ്. ഫാത്തിഹയും കോത്തിഹയും വേണ്ട എന്ന് ഫാത്തിഹയെ പരിഹസിച്ചാ പറഞ്ഞത്. ആ വേദന കൽബിൽ നിന്ന് ഇന്നും ഇറങ്ങിപ്പോയിട്ടില്ല. പടച്ചോനെ, ഞങ്ങൾ സെപ്റ്റംബർ 24-ന്, ജൂൺ 16-ന്, ജൂലൈ 23-ന് നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഇഷ്ടം അങ്ങനെയല്ല. എന്റെ ഖദായിലെ തീരുമാനം എന്ത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ, അതുപോലെ നടത്താൻ തൗഫീഖ് തരണേ അല്ലാഹ്. അതിന്റെ തടസ്സമാകുന്ന പ്രയാസങ്ങൾ തരല്ല റബ്ബേ എന്ന് ദുആ ചെയ്യുകയാണോ വേണ്ടത്? ദുആ ചെയ്യാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ദുആയെ കുറിച്ച്. അപ്പൊ നിശ്ചയം കഴിഞ്ഞാൽ ദുആ ചെയ്യൽ നല്ലതാണ്. നിങ്ങളത് പറയൂ ഉസ്താദേ, അതിൽ ദുആക്ക് നമ്മൾ എതിരല്ലേ, ഫാത്തിഹ എന്തിനാ വിളിക്കുന്നത്? അങ്ങനെ ഞാൻ വരണ്ടേ? അവസാന വിഷയം അതാണ്. അപ്പൊ നിശ്ചയം കഴിഞ്ഞാൽ ദുആ നല്ലതാണ്. സമയം വിരളമായതുകൊണ്ട് വേഗം ഞാൻ പറഞ്ഞു പോവാം. നിശ്ചയം കഴിഞ്ഞാൽ ദുആ നല്ലതാണ്. അതേപോലെ നിശ്ചയിച്ച ദിവസം നിക്കാഹ് നടക്കുന്നു. നിക്കാഹ് കഴിഞ്ഞാൽ ദുആ നല്ലതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ദമ്പതികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജഅലല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ടും ദുആ നല്ലതാണ്. അതേപോലെ പുതിയ ആപ്പിള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ നല്ലതാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ലേ, ഓരോന്നിങ്ങനെ പറയാം, നിങ്ങൾക്ക് തിരിയല്ലോ. ഇന്നത്തെ പുതിയ ആപ്പിള ഇറങ്ങണ കോലൊന്നും ഞാൻ പറയില്ല. ആ പുതിയ ആപ്പിള ഇറങ്ങണ കോലം നിങ്ങൾക്ക് അറിയല്ലോ. പുതിയ ആപ്പിള ഇറങ്ങുന്ന സമയത്ത് കരിമരുന്ന് പ്രയോഗിച്ചിറങ്ങുന്ന മുസ്ലിമേ, നീ നിന്റെ അല്ലാഹുവിന്റെ കലാമിനെയാണ് അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നത്. പുതിയ ആപ്പിള ഇറങ്ങുന്ന സമയത്ത് എന്റെ അൽഫാത്തിന്റെ ആവശ്യമില്ലടാ, എന്തിനാ ദുആ എന്ന് ചോദിച്ചപ്പോ പിന്നെ അവർക്ക് ദുആക്കേണ്ട ആവശ്യമില്ല. ആ ആലിമ വീട്ടിൽ വരുമ്പോ ഒരുപാട് തിന്മകളെങ്കിലും ആ സമയത്തെങ്കിലും നടക്കൂലേനും അതും ഇല്ലാതെയായി. കരിമരുന്ന് പ്രയോഗിച്ചല്ലേ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? പുതിയ ആപ്പിളയായി ഇറങ്ങിപ്പോകുമ്പോ ദുആ ചെയ്യാ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദുആ ചെയ്യണമെന്ന് പൊന്നിനബി പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ നല്ലതാണ്. നിങ്ങൾ ഭാര്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജീവിതം ഭാര്യ വീട്ടിലേക്ക് പറിച്ചു നടുകയാണ്. കണ്ണൂർ അങ്ങനല്ലേ? അവിടെ ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞു. മലപ്പുറത്ത് പോയി പറയുമ്പോൾ പറയാം, പെണ്ണ് തന്റെ വീട്ടിൽ നിന്ന് ജീവിതം ഭർത്താവിന്റെ വീട്ടിലേക്ക് പറിച്ചു നടുക എന്നാ മലപ്പുറത്ത് പറയാം. ഇവിടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇനി വേറെ ജില്ലക്കാരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവർക്ക് പ്രതിഷേധം തോന്നരുത് എന്ന് പറയാ. പുതിയ ആപ്പിളയായി നീ നിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന ഭാര്യ വീട്ടിലേക്ക്, നിന്റെ ജീവിതം നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് നീ പറിച്ചുവിടാൻ, നിന്റെ ജീവിതത്തിന്റെ മേഖല തന്നെ മാറാൻ. ഭാര്യ വീട്ടിലാണ് നീ അധിക സമയം ഉണ്ടാവുക. അപ്പൊ ഒരു സ്ഥലത്തു നിന്ന് ജീവിതം മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ദുആ ചെയ്യുന്നത് നല്ലതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഹിജ്റ പോകുന്ന സമയം മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെട്ടപ്പോൾ ദുആ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചുകൊണ്ട് നബിയെ നിങ്ങൾ ദ്വാരനോളി, നിങ്ങൾ ഇതുവരെ ജീവിച്ചത് മക്കയിലാണ്, ഇനി നിങ്ങൾ ജീവിക്കാൻ പോണത് മദീനയിലാണ്. അങ്ങനെ ദുആ ചെയ്തിട്ട് പോയി നബിയെ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പഠിച്ചോനെ, ഞാൻ മക്ക വിട്ട് മദീനയിലേക്ക് പ്രവേശിക്കാൻ പോവാൻ, ഞാൻ മദീനയിലേക്ക് കയറുന്നത് അല്ലാഹുവേ ഇദ്ഖാലൻ മർദിയൻ ലാ റാഫീഹി മാ അക്റഹു. ഞാൻ വെറുക്കുന്ന ഒന്നും കാണാത്ത രീതിയിൽ മദീനയെ എനിക്ക് നീ പാകപ്പെടുത്തി തരണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടാണ് മദീനയിലേക്ക് കയറാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. സ്വന്തം വീട്ടിലാണ് ഈ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, ദുആ ചെയ്തിട്ടിറങ്ങ.
ദുആ ചെയ്തിട്ടിറങ്ങ്. അല്ലാഹുവിന്റെ ഹബീബിനോട് മദീനയിലേക്ക് കയറുന്നതിന് മുമ്പ് ദുആ ചെയ്തിട്ട് കയറാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പഠിച്ചോനെ ഞാൻ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പഠിച്ചോനെ അല്ലാഹുവേ എന്റെ മനസ്സുകൊണ്ട് നീയും തിരിച്ചു മതി മക്കയിലേക്ക് എന്ന ഒരു ടെൻഷനായ അവസ്ഥയ്ക്ക് നീ നൽകല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ. നീ ഭാര്യ വീട്ടിലേക്ക് പോണതിന് മുമ്പ് പടക്കം പൊട്ടിച്ചു പോകല്ല ചെറുപ്പക്കാരാ. ദുആ ചെയ്തിട്ട് നീ ഇറങ്ങു. പഠിച്ചോനെ ഭാര്യ വീട്ടിന്റെ അന്തരീക്ഷം എനിക്ക് നീ അനുകൂലമാക്കി തരണേയല്ല. അവിടെയുള്ള എല്ലാവരുടെയും കൽബ് എന്നിലേക്ക് അടുപ്പിച്ചു തരണേയല്ല. അവിടുത്തെ ജീവിതം സന്തോഷമാക്കി തരണേയല്ല. അവിടെ നീ എന്നെ വഷളാക്കുന്ന സാഹചര്യം ഉണ്ടാക്കല്ല റബ്ബേ. ദുആ ചെയ്യലോ നല്ലത്, ദുആ ചെയ്യാതിരിക്കലോ നല്ലത്. പറയൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതേപോലെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ദുആ ചെയ്യൽ നല്ലതാണ്. എല്ലാറ്റിനും പരിശുദ്ധമായ ഖുർആനിൽ തന്നെ തെളിവുണ്ട്. അറയിലേക്ക് കയറിയാൽ ഭാര്യ വീട്ടിലേക്ക് ചെന്നോ, നീ നിന്റെ കൂടെ കൂട്ടിപ്പോയിരിക്കുന്നത് ഒരു ദിവസം നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ. കല്യാണ രാജ്യങ്ങളിലെ കാണാപുറങ്ങൾ എന്ന നമ്മുടെ വിഷയമാണ്. ഭാര്യ വീട്ടിലേക്ക് കയറി ചെന്നോ, നിന്റെ കൂടെ ചെണ്ട കുട്ടുന്നവനുണ്ട്. ചെണ്ടയുമായിട്ടല്ല ഭാര്യ വീട്ടിലേക്ക് പോകേണ്ടത്. നീ ഭാര്യയുടെ വീട്ടിലേക്ക് കയറി നിർത്തിയില്ല ചെണ്ട കൊട്ട്. വീട്ടിനകത്തും നീ കൊട്ടി, അറയിലേക്കും നീ നിന്റെ സുഹൃത്തുക്കളുമായി കൊട്ടിയിട്ടാണ് കയറിപ്പോയത്. നിന്റെ പവിത്രമായ ജീവിതം തുടങ്ങേണ്ടത് അവിടെയാണ്. ചെണ്ട കൊട്ടിയല്ലടോ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അറയിൽ ചെണ്ട കൊട്ടിയല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. കമ്മാടിത്തരത്തിന്റെ പാട്ട് പാടിയല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 14 നൂറ്റാണ്ട് മുമ്പ് 7 ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അല്ലാഹുവിലുള്ള ഈമാനം കൊണ്ടവർ രക്ഷപ്പെട്ട് ഒരു ഗുഹക്കകത്തേക്ക് കയറിയപ്പോൾ അവർ ചെയ്തത് ദുആയായിരുന്നു. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. 7 ചെറുപ്പക്കാർ അസ്ഹാബുൽ കഹ്ഫ്, 7 ചെറുപ്പക്കാർ അവർ ഈമാൻ കൊണ്ട് ഓടിപ്പോയതാണ്. ഗുഹക്കകത്തേക്ക് അങ്ങ് കയറിയപ്പോടെ അവർ ചെയ്ത ദുആ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്ത് മനസ്സിലാക്കാൻ അല്ലാഹു പറഞ്ഞു തരാ. ഇത് അബൽ ഫീൽ കഹ്ഫ് ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. അറയിൽ കയറിയാൽ ദുആ ചെയ്യാനോ ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി 5 ലക്ഷം രൂപയുടെ അറ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഭാര്യയുടെ പിതാവ്. അറയിലേക്ക് ചെണ്ട കുട്ടിയല്ലടോ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അൽ ഫാത്തിഹ വിളിച്ച് ദുആ കൊണ്ടാകട്ടെ ഉദ്ഘാടനം. അതേപോലെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഘട്ടമാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഘട്ടമാണല്ലോ അത്. അപകടങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഘട്ടമാണ്. പിതാവിനെക്കാളും മാതാവിന് പ്രാധാന്യം നൽകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം എന്താ? ഹമലതുഹു ഉമ്മുഹു ഖുർഹാ വമലഅതുഹു ഖുർഹാ. ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് മാതാവിനെ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രസവ സമയത്തുള്ള ഒരു പെണ്ണിന്റെ വേദന ഭൗതിക ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്. ജീവനോടെ ഇരിക്കുന്ന ഒരാളുടെ എല്ല് ഒടിച്ചു മുറിക്കുമ്പോഴുള്ള വേദനയാണ് ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്നത്. അതൊരു വല്ലാത്ത ഘട്ടമാണല്ലോ. അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഘട്ടമാണല്ലോ. അതുകൊണ്ടല്ലേ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണിയായ പെണ്ണോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം മുലയൂട്ടുന്ന സമയത്തോ ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണ് ഉഖറവിയായിട്ട് ഷഹീദത്താണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പരലോകത്ത് അവൾ ഷഹീദായി പരിഗണിക്കപ്പെടുന്നതാണ്, രക്തസാക്ഷിയായി പരിഗണിക്കപ്പെടുന്ന. എന്താ കാരണം? ഗർഭകാലഘട്ടം അത്രമേൽ അപകടം വരാൻ സാധ്യതയുള്ള ഘട്ടമാണ്. ഒരു ഡോക്ടർക്കും പറയാൻ കഴിയില്ല എന്താ സംഭവിക്കാന്ന്. 4-ാം മാസത്തിൽ സ്കാൻ ചെയ്തു, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല,
കുഴപ്പമില്ല. ഞാൻ 1-ാം മാസം എനിക്ക് ശരിയൊരു സംശയം ഉണ്ടായിരുന്നു, കുട്ടിക്ക് വേണ്ടത്ര വളർച്ചയില്ലേ എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ കുട്ടിയില്ല, പൂർണ്ണ വളർച്ചയില്ല, നല്ല ആരോഗ്യമുണ്ട്. 4-ാം മാസം സ്കാൻ ചെയ്ത ഡോക്ടറാ പറയുന്നത് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാ മതി. 6-ാം മാസം സ്കാൻ ചെയ്ത് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാ. ഇതേ ഡോക്ടർ 8-ാമത്തെ മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴാണ് കുട്ടി മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചിരിക്കുന്നു എന്ന വിവരമറിയുന്നത്. ബേജാറായി, പഠിച്ചോനെ കുട്ടി പോയെങ്കിലും എന്റെ പൊന്നുമോൾ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു വാപ്പ. എന്റെ ഭാര്യയ്ക്ക് എന്താകുമെന്ന് ഭർത്താവ്. ഞാൻ ആലോചിക്കട്ടെ, ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കണ്ടേ അല്ലേ പ്രിയമുള്ളവരെ? ഏത് അപകടങ്ങളും വരാൻ പറ്റാവുന്ന ഘട്ടമല്ലേ ഇത്? ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്, പ്രാർത്ഥിക്കാതിരിക്കുകയാണോ വേണ്ടത്? ഗർഭിണിയായ പെണ്ണിന്റെ പ്രാർത്ഥന അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഗർഭകാലഘട്ടത്തിലെ പ്രാർത്ഥന അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. പ്രസവാനന്തരമുള്ള പ്രാർത്ഥനയും അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. നോക്കണേ നിങ്ങൾ ഖുർആൻ. ഇത് ഖാലത്ത് ഇംറാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ ഭാര്യയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്ന സമയത്ത് ചെയ്ത ദുആ ഖുർആൻ എടുത്തു പറയാം. ഇതിന് ഗർഭകാലഘട്ടത്തിൽ ഒരു പെണ്ണ് ദ്വാരക്ക, ഗർഭിണിയായി പെണ്ണിന് ദ്വാരം കൊടുക്കുക, ഇതൊക്കെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിലൊരു സമ്പ്രദായം കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തായാലും പറയൂ, എന്താ പറയാ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗർഭിണിനെ കൂട്ടിക്കൊണ്ടുപോകല്ലേ പ്രസവിക്കാൻ? അതിന് നിങ്ങൾ പറയില്ല ചടങ്ങിന് ഗർഭത്തക്കാരം. അങ്ങനെ നിങ്ങൾ അതിനൊരു പ്രത്യേക പലഹാരം ഉണ്ടാക്കില്ലേ, ഗർഭപലഹാരം. എന്നോടൊരാൾ പറഞ്ഞു അതെ അപ്പത്തിന് കറുപ്പുണ്ടാക്കുക. എന്നോടൊരാൾ പറഞ്ഞു അത് ആ വീട്ടിൽ അങ്ങനെ ഒരു അപ്പം കണ്ടാൽ മനസ്സിലാക്കണം ആ വീട്ടിൽ ഗർഭിണി ഉണ്ടെന്ന്. അത് എന്തിനാ അങ്ങനെ അറിയിക്കണത്? അവിടെ വരുന്നവരൊക്കെ ഒന്ന് ദ്വാരക്കാൻ പറയാൻ മടിയായിട്ട് ഓൾക്കൊരു പലഹാരം കൊടുക്കുമ്പോ തന്നെ അതിന്റെ ഒരു സൂചനത ഈ വീട്ടിലൊരു ഗർഭിണി ഉണ്ട്. ദ്വാരകണയാൽ പലഹാരൊക്കെ കഴിച്ചു പോകുന്ന സമയത്ത് നീ എന്തിനോട് പരിഹസിച്ചത്? നമ്മളെക്കാൾ ഭയപ്പെടുന്നവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. പക്ഷെ പിന്നെ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പം വലിപ്പം കുറഞ്ഞാലും ചെറുതായാലും ഒക്കെ പിന്നെ കുടുംബം തമ്മിൽ പ്രശ്നമായി. അത് പ്രശ്നം, അത് കുഴപ്പമാണ്. ഞാൻ പറയും നിങ്ങൾ പറഞ്ഞ ഗർഭത്തക്കാരൻ എന്താണ് തക്കാരം കൊണ്ട് വീട്ടിലേക്ക് അടുത്ത കുടുംബക്കാരെന്ന് വിളിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അന്നൊരു സ്ഥാനെ വിളിച്ചിട്ട് എല്ലാവരും കൂടി സാന്നിധ്യത്തിന് എന്റെ മോള് ഗർഭിണി പ്രസവിക്കാൻ പോവാണ്, അല്ലാ ജലിപ്പാക്കണേ, അല്ലാ എന്റെ കുഞ്ഞിനെ തരണേ, അല്ലാ ദ്വാരക്കണോ ദ്വാരക്കണ്ടേ, ഈ നന്മ നിലനിർത്തണോ നിലനിർത്തണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഗർഭകാലഘട്ടത്തിൽ ദ്വാ ചെയ്യാ, പ്രസവിച്ചു കഴിഞ്ഞ ദ്വാ ചെയ്യ. എപ്പോഴാണത്? മുടി കളയുന്ന ദിവസം. ഏത് ദിവസം മുടി കളയുണ്ട്? കണ്ണൂർക്കാരോട് ഞാൻ ചോദിക്കാം, ഏത് ദിവസം മുടി കളയുണ്ട്? ഉസ്താദെ പ്രസവിച്ചപ്പോഴൊന്നും പുതിയ ആപ്പിൾക്ക് വരാൻ ലീവ് കിട്ടൂല, 40 വരിക, എന്നാ പിന്നെ രണ്ടും കൂടി ഒന്നിച്ചാക്കാന്ന് എഴുതിയിട്ട് 40 മുടികളയിൽ 7-ാം ദിവസമാണ് മുടികളയിൽ സുന്നത്ത്. ഞാൻ പറയാണ്, നമ്മൾ സുന്നത്തിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമങ്ങളെ മാറ്റിക്കൊണ്ടുവരണേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ 7-ാം ദിവസം മുടികളയിൽ അന്ന് പള്ളിയെ ഉസ്താദെന്ന് വിളിച്ചു, കുടുംബക്കാരെ കൂടി ഒന്ന് ഒരുമിച്ച് കൂടി എന്നിട്ട് അൽ ഫാത്തിഹ. എന്തിനാണ് ആ ദുആ? അത് ഫാത്തിഹ വിളിച്ചാൽ നമ്മൾ ഓതുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പഠിച്ചോനെ, ഞങ്ങൾ പേടിച്ചിരുന്ന ഘട്ടമായിരുന്നു. അൽഹംദുലില്ലാഹ് എളുപ്പമാക്കി തന്ന റബ്ബിന് ശുക്റാൻ. അൽഹംദുലില്ലാഹ് എന്ന വചനത്തെ മറികടക്കാൻ പറ്റുന്നത് വചനം പ്രപഞ്ചത്തിലെ ആകാശത്തിന് ചുവട്ടിലില്ല, ഈ പ്രപഞ്ചത്തിലില്ല. അല്ലാഹു ചെയ്യുന്ന ശുക്റാണത്. നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല, അയൽവാസികളോടും കുടുംബക്കാരോടും നമ്മൾ പറയിപ്പിച്ചു അൽ ഫാത്തിഹ. എല്ലാവരും കൂടെ ഇരുന്നിട്ടൊന്ന് ദുആ ചെയ്ത് പിരിയാണ്. പ്രസവം കഴിഞ്ഞ പാടെ ദുആ ചെയ്യുന്നത് നല്ലതാണ്, മുടി കളയുന്ന അന്ന് ദുആ ചെയ്യുന്നത് നല്ലതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തനിക്ക് മകനുണ്ടായതിനു ശേഷം ദുആ ചെയ്തതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഇസ്മാഈൽ അലൈഹിസ്സലാമും തനിക്ക് ജനിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആയെ കുറിച്ച് കഴിഞ്ഞ ഖുർആനിൽ നോക്കിയിട്ട് അത് 7-ാം ദിവസമല്ലല്ലോ, അത് 40 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ, 2 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ. എത്ര കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടി ഉണ്ടായതിന് ശേഷം ദുആ നല്ലതാണ് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. തന്റെ ഖലീലിന്റെ ദുആ തന്നെയാണ് അല്ലാഹു എടുത്തു പറയുന്നത്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പഠിച്ചോനെ, എന്റെ 2 പൊന്നുമക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ. എന്നെയും മക്കളെയും
നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ല. അങ്ങനെ വരുന്നത് എന്ത്? ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് 2 മക്കളുണ്ടായപ്പോ ഇബ്രാഹിം നബി ദ്വാരുന്നത് അള്ളാഹ്ക്ക് ശുക്റും പറഞ്ഞുകൊണ്ടൊരു ദ്വാരൊന്നും ചെയ്തു. പഠിച്ചോനെ, എന്റെ 2 മക്കളെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ല എന്റെ പരമ്പരയെ. നമ്മളിന്ന് ചിലപ്പം ദ്വാരിപ്പിക്കുക, ഉസ്താദിനോട് പറയും, ഉസ്താദേ ഞാൻ വിചാരിച്ചമാര് ഞാൻകുട്ടിനെ അല്ല തന്നു, എനിക്കൊരു ബോധ്യം കൂടി ഉണ്ട്, ഇപ്പം നല്ലൊരു എഞ്ചിൻ ആക്കണം, ദ്വാരക്കണം കേട്ടോ, മുടി കളയണം അന്ന് തന്നെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ പ്രധാനമായ മറ്റൊരു ഘട്ടമാണ് പഠന കാലഘട്ടം ആരംഭിക്കുക എന്നത്. പണ്ഡിതിനൊക്കെ വല്ലാത്ത പ്രാധാന്യം കൊടുത്തിരുന്നു പഠനം ആരംഭിക്കുക. കാരണം പഠനം എന്നത് വല്ലാത്തൊരു മേഖലയാണ് അല്ലേ. ഒരേ ക്ലാസ്സിൽ തന്നെ ഒരേ അധ്യാപകന്റെ ക്ലാസ് കേൾക്കുന്ന ആൾ കണ്ടില്ലെങ്കിൽ ഒരാൾ നന്നാവും, ഒരാൾ മോശം, ഒരാൾ നന്നാവും, ഒരാൾ മോശം. കണ്ണത്ത് ഉസ്താദിന്റെ ക്ലാസ് കേട്ട് എത്രയോ ആലിമ്യങ്ങൾ നന്നായി, എന്നാ അതേ ക്ലാസ് കേട്ടാണ് ചേകനൂരുവും വളഞ്ഞുപോയി. പിന്നെ അതേ ഉസ്താദിനെ വെല്ലുവിളിച്ചിട്ടാ പറഞ്ഞു ഖുർആനിൽ 5 വക്ത് നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു പണിയെടുക്കും. ഒരേ ഉസ്താദിന്റെ ക്ലാസ് കേട്ടാളാ. അപ്പൊ ക്ലാസ് കേൾക്കുന്നിടത്തല്ല കാര്യം അല്ലാഹുവാ ഹിദായത്ത് നൽകുന്നത്. അതുകൊണ്ട് പഠനം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് പഠനം തുടങ്ങൽ നല്ലതാണ്. അമ്മമാരെ, കൊച്ചുമോളെ, കൊച്ചുമോനെ, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടും പഠനം ആരംഭിക്കുക. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, പഠിച്ചത് വളഞ്ഞു പോകാൻ. ഇത് പ്രത്യേകം അങ്ങനെയുള്ള കാലമുണ്ടോ? +2 പഠിക്കുമ്പോഴല്ല കുട്ടി ഓടിപ്പോയത്. ഡിഗ്രിക്ക് പഠിക്കുന്ന മോക്ക് പൊന്നു പോലും കൊണ്ടുപോയിച്ചിട്ടുള്ള വാപ്പ, എന്തേ വാപ്പാക്ക് കിട്ടിയത്? ആ പൊന്നു പോലും സൈക്കിളാക്കിയിട്ടാ മോള് ഓടിപ്പോകുന്നത്. പഠിക്കുന്ന കുട്ടികൾ വളർന്നു പോകുന്ന കാലത്തേറെ ശ്രദ്ധിക്കേണ്ടതാ. റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ നീ എനിക്ക് നല്ല ഇൽമ തരണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഠനം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥന വേണം. അതമല്ല കുല്ലു അംരിൻ ദീബാലി ലം യബ്ദഅ ഫീഹി ബിഹംദില്ലാഹി വഹുവ അബ്തർ. ഏത് നല്ല കാര്യവും ബിഹംദില്ലാഹി, കുല്ലു അംരിൻ എല്ലാ കാര്യവും ലം യബ്ദഅ ഫീഹി ബിഹംദില്ലാഹി, ഹംദുള്ള കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യവും. എന്താ ഹംദുള്ള എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ് അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഹംദ് ബിഹംദില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽ ഫാത്തിഹ വിളിച്ചു തുടങ്ങാത്ത എല്ലാ കാര്യവും ബർക്കത്ത് കുറഞ്ഞതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില ആൾക്കാർ ഇങ്ങനൊക്കെ ബുദ്ധിഹീനമായ ചോദ്യം ചോദിക്കേ. ആ രാമൻകുട്ടി ഗൾഫ് പോകുമ്പോ ദ്വാരന്നിട്ടാണല്ലോ ഖത്തർ ശേഖന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. നിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങളില്ല. നീ പറയും സീതക്കുട്ടി അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടാവുമ്പോ സീതക്കുട്ടിക്ക് സുഖപ്രസവം ഉണ്ടായത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങളില്ല. ഏതൊരു കാര്യവും ഫാത്തിഹ വിളിച്ചു തുടങ്ങാത്ത ഏതൊരു കാര്യവും ബർക്കത്ത് കുറഞ്ഞതാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ഫി ബിസ്മില്ലാഹി എന്ന് വേറെ റിപ്പോർട്ടുണ്ട്. അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങാത്ത ഏതു കാര്യവും. അള്ളാന്റെ ഏറ്റവും നല്ല പേരേതാ? അല്ലാഹ്, റഹ്മാൻ, റഹീം. അതന്നല്ലേ ഈ പാട്ടിയിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനർത്ഥം ഫാത്തിഹ വിളിച്ചു തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും അബ്തറും ബർക്കത്ത് കുറഞ്ഞു പോയതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ മറ്റു നിർണായകമായ ഒരു കാര്യമാണ് നിർമ്മാണ പ്രവർത്തനം. വീടുണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. വീട് നിർമ്മിക്കുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നത് പഠിച്ചോനെ സമാധാനമുള്ള വീടാവണം, ശൈത്താന്റെ ശല്യം ഉണ്ടാവരുത്. ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നത് പഠിച്ചോനെ ഇതിൽ ബർക്കത്തുണ്ടാവണം. പള്ളി ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ ഖബൂലാകുന്ന രീതിയിലാവണം. നിർമ്മാണ പ്രവർത്തനത്തിന്റെ സമയത്ത് ദുആ നല്ലതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മാണ സമയത്ത് ചെയ്ത ദുആ ഖുർആൻ എടുത്തു ചൊല്ലിക്കുന്നുണ്ട്. يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت السميع العليم. خليل الله إبراهيم عليه السلام ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ ഭിത്തി പടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദുആ ചെയ്ത ദുആ ഖുർആൻ പറയുന്നു. അപ്പൊ കുറ്റിയടിക്കുമ്പോൾ ദുആ നല്ലതാണ്. കുറ്റിയടിക്കുമ്പോ ആ കൃഷ്ണൻകുട്ടി വീടിന് കുറ്റിയടിക്കുമ്പോ ഇപ്പൊ ഉസ്താദിനെ വിളിച്ച് പാണക്കാട്ട് തങ്ങളെ വിളിച്ച് ദ്വാരന്നിട്ടാ പോകാൻ അത്ര വലിയ വീട് എടുത്തത്.
നിന്റെ ആ ചോദ്യത്തിന് നമ്മളില്ല, മറുപടി പറയാൻ നമ്മളില്ല. നിർമ്മാണ പ്രവർത്തനത്തിന്റെ സമയത്ത് ദുആ നല്ലതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റിയടിക്കുമ്പോൾ ദുആ നല്ലതാണ്, തറക്കല്ലിടുമ്പോൾ ദുആ നല്ലതാണ്, പടവ് തുടങ്ങുമ്പോൾ ദുആ നല്ലതാണ്, കട്ടിൽ വെക്കുമ്പോൾ ദുആ നല്ലതാണ്, വീടിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ ദുആ നല്ലതാണ്, വീട്ടിൽ കൂടുമ്പോൾ ദുആ നല്ലതാണ്. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങളോട്, മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ 7 പേരും ആ ഗുഹയിലേക്ക് കയറിയപ്പോ, എൻജലൂസ് പർവ്വതത്തിലുള്ള ഗുഹയ്ക്കകത്തേക്ക് കയറിയപ്പോ പേടിച്ചോടിപ്പോയി. 300 കൊല്ലമാണ് അവർ അവിടെ ഉറങ്ങിയത്. കൊല്ലം ഖുർആൻ പറഞ്ഞത് 300 കൊല്ലമാണ് അവർ അതിനകത്ത് ഉറങ്ങിയത്. ആ ഉറക്കിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, 300 കൊല്ലം ഉറങ്ങാൻ വേണ്ടി പോയി കിടന്ന സ്ഥലത്തൊന്ന് ഉറക്കിക്കിടത്താൻ കൊണ്ടുപോയ സ്ഥലത്തേക്ക് അവരങ്ങ് കയറിയപ്പോ അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 40 കൊല്ലം, 30 കൊല്ലം, 10 കൊല്ലം, 2 കൊല്ലം, 1 കൊല്ലം, ഒരു ദിവസവും അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് തരട്ടെ. നമ്മൾ ഇറങ്ങാനും ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഉദ്ദേശിക്കുന്ന വീട്ടിലേക്ക് കയറുമ്പോൾ അൽ ഫാത്തിഹ വിളിച്ചു ദുആ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ ചിലത് മാത്രം എടുത്തു പറഞ്ഞതാണ്. എന്തിനേറെ വയലിന്റെ വയലുകൾ കഴിയുമ്പോൾ ഉപദേശങ്ങളുടെ സമാപനത്തിൽ ദുആ നല്ലതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ വയലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞും, എന്നിട്ട് വയല് കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ദുആ ചെയ്ത് എഴുന്നേറ്റ് പോകുമെന്ന് ഖുർആൻ റസൂലുള്ളാഹിന്റെ സ്വഹാബികളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വയല് കഴിയാൻ പോകുമ്പോൾ ദുആ നല്ലതാണ്, വയല് കഴിയാൻ പോകുമ്പോൾ ദുആ നല്ലതാണ്. അതേപോലെ ഒരാളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സമയമാണ് യാത്ര, പ്രത്യേകിച്ച് ഉപജീവനം തേടിയുള്ള യാത്ര. ഗൾഫിലേക്ക് പോവാണ്, അറബിന്റെ സ്വഭാവം എന്താണെന്നറിയില്ല, ഇഖാമന്റെ കാര്യം എന്താണെന്നറിയില്ല, എയർപോർട്ടിൽ വലിയ ബേജാറാണ്. യാത്ര ശിക്ഷയുടെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം നാട് വിട്ടു പോവാൻ, അറിയാത്ത നാട്ടിലേക്ക് പോകാൻ ദുആ നല്ലതാണ് എന്നല്ല, യാത്രക്കാരന്റെ ദുആക്ക് പോലും ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യാത്രയോട് അനുബന്ധമായി ദുആ ഉണ്ടാവുക വളരെ നല്ലതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കാത്തത്. ഖുർആൻ എടുത്തു ധരിച്ച ദുആകളുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ദുആ ചെയ്യുക എന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതേപോലെ നമ്മുടെ മുമ്പേ മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മുമ്പേ മൺമറഞ്ഞു പോയ ആളുകൾ മഹാനായ ശംസുൽ ഉലമാ റബ്ബല്ലാഹു മർഖദ മഹാനവറുകളിലെ മദ്രസയിലെ കുഞ്ഞുമക്കളോട് എല്ലാ കൊല്ലവും ഒരു ദിനം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നിന് മഹല്ല് മദ്രസകൾക്ക് സമസ്തക്ക് നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ മഹാരഥന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പിൻഗാമികൾ മുൻഗാമികൾക്ക് ദുആ ചെയ്യുക എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ, ഞങ്ങളുടെ മുമ്പേ ഈമാൻ കൊണ്ട് ദീനിനെ സേവനം ചെയ്ത് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന ദുആ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിൻഗാമികൾ മുൻഗാമികൾക്ക് ദുആ ചെയ്യുക അല്ലാഹു വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാ ഒന്ന് സൂചിപ്പിച്ചത് സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് സാധാരണ നമ്മുടെ മുൻഗാമികൾ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുന്ന രംഗങ്ങളില്ലേ, ഏത് നിങ്ങൾ പറഞ്ഞാലും ഖുർആനിൽ നിന്ന് തെളിവ് ഞാൻ എടുത്തു തരും നിങ്ങൾക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്രമാത്രം ദുആയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം, ഇനി സദേ ദുആ ഞങ്ങൾ സമ്മതിച്ചു, അൽ ഫാത്തിഹ എന്തിനാ വിളിക്കുന്നത്? ശ്രദ്ധിക്കണം, അല്ലാഹു ദുആക്ക് ഉത്തരം നൽകാനുള്ള നിബന്ധന നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗമാണിത്. സമയം കഴിഞ്ഞതുകൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. മട്ടന്നൂരിലേക്ക് എത്തണം എന്നതുകൊണ്ടാണ്. വിഷയം ഒരുപാട് പറയാൻ ബാക്കി കിടക്കുന്നു. റഹ്മാൻ റഹീമായ അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, എപ്പോഴും ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെക്കാൾ ഈമാനുള്ള ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത എല്ലാ നന്മകളും നിലനിർത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവർ ഈ നന്മകൾ മുഴുവൻ ചെയ്ത
എന്നതിന്റെ പേരിൽ അവരെ അടിച്ചാക്ഷേപിക്കുകയും കാഫിറായി ചത്തുപോയവരാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന പിൻഗാമികളാക്കി ഞങ്ങളെ നീ മാറ്റല്ല റബ്ബേ, ഞങ്ങളെ മക്കളെ നീ മാറ്റല്ല അല്ലാ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ദുആ ഉസ്താദെ ഞങ്ങൾ സമ്മതിച്ചു ശരിയാണ്, പക്ഷേ ഫാത്തിഹ വിളി എന്തിനാണ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. കേട്ടോളൂ, ചെറിയ സമയത്തിനകം വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാൻ പറ്റാവുന്ന മര്യാദകൾ പാലിച്ചു വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. അതിന് 10ഓളം മര്യാദകൾ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലെ ഒരു മര്യാദ ശ്രദ്ധിച്ചോളൂ. അതിൽ ഒരു മര്യാദ അയ്യകൂന ബഅദൽ അമലി സ്വാലിഹി, പ്രാർത്ഥന ഒരു സ്വാലിഹായ സൽക്കർമ്മം ചെയ്തതിന് ശേഷമാവുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യുക, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മം ചെയ്യുക, എന്നിട്ട് ആ സൽക്കർമ്മത്തിന് ശേഷമാവുക ദുആ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട 3 ആളുകൾ യാത്ര പോയി ഒരു ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയതിനെ കുറിച്ച് ഒരു ഹദീസ് സംസാരിക്കുന്നുണ്ട്. ആ ഹദീസിൽ എന്നിട്ട് 3 പേരും ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ പ്രാർത്ഥന മുഖേനയായിരുന്നുവെന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ ഗുഹയുടെ മുഖത്തൊരു പാറ വന്നടഞ്ഞു, 3 പേരും ഗുഹയിൽ അകപ്പെട്ടു പോയി. അവിടെ 3 ആളും ചിന്തിച്ചു, പഠിച്ചോനെ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കില്ല, കുറെ പാറ തള്ളി നോക്കി പുറത്തേക്ക് പോകുന്നില്ല. അവസാനം 3 പേരും കൂടെ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഇന്നഹു ലാ യൻജീകും മിൻ ഹാദിഹി സഖറ ഇല്ലാ അൻ തദുല്ലാഹ തആല ബിസ്വാലിഹി അമാലികും. ഈ ഗുഹയിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സ്വാലിഹായ സൽക്കർമ്മം, റബ്ബിനോട് അല്ലാഹുവിന് വേണ്ടി ചെയ്ത സൽക്കർമ്മം മുമ്പിൽ വെച്ച് ദുആ ചെയ്യലാണ് നമുക്ക് നല്ലൊരു ഉത്തരം കിട്ടാൻ. എന്നിവർ പരസ്പരം ചർച്ച ചെയ്തതായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവർ 3 പേരും അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചു ചെയ്ത സൽക്കർമ്മം വെച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു അവരെ എന്ന് രക്ഷപ്പെടുത്തി എന്നും ആ ഹദീസിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് സ്വാലിഹായ ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ദുആ ചെയ്യുക എന്നത് ദുആക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടാനുള്ള കാരണമാണ്. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല സ്വാലിഹായ ഒരു സൽക്കർമ്മമാണെന്ത്? ഖിറാഅത്തുൽ ഖുർആൻ ഓതുക എന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാനും പടച്ച റബ്ബിലേക്ക് തിരിച്ചു പോകാനും പറ്റാവുന്ന ഒരു വചനവും ആകാശത്തിന് ചുവട്ടിലില്ല അല്ലാഹുവിന്റെ കലാമായ ഖുർആനല്ലാതെ എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പഠിക്കലാണ്, പാരായണം ചെയ്യലാണ്, ഓതലാണ്. അപ്പൊ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഖുർആൻ ഓതുന്നത് നല്ലതാണ്. പക്ഷേ ഒരാൾ ഗൾഫിലേക്ക് പോകാനൊരുങ്ങുമ്പോ ആ സമയം 5 മിനിറ്റ് കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പ്രധാനമായ അധ്യായം ഓതുക, അതാണ് അൽ ഫാത്തിഹ. നമ്മുടെ വീട് വരാന്തകളിൽ വന്ന്, നമ്മുടെ പ്രധാന ചടങ്ങുകളിൽ വന്ന്, അല്ലേ എടോ നീ ഇപ്പം പണക്കാരനായപ്പോ, നിന്റെ പോക്കറ്റിൽ അല്പം പൈസ ഉണ്ടായപ്പോ നീ അതൊരു നെവർമൈൻഡാക്കി ഇത് സംസ്കാര ശൂന്യതയായി കണ്ടോ. വീട്ടിന്റെ പ്രധാന ചടങ്ങുകളിലെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് ആ നാട്ടിൽ എപ്പോഴും അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നത് ചില്ലറക്കാരല്ല. സ്വഹാബികളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവർക്കും പേടിയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലും പേടിയാ. ആരെ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ ഭയപ്പെടാൻ കാരണം എന്താ? മുഅദ്ദിൻ റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. എല്ലാവരും തലനായിട്ട് നിൽക്കുന്ന അശ്വറയും തലയുയർത്തി നിൽക്കുന്നവർ മുഅദ്ദിനീങ്ങളാണ്. അവർ വന്നിട്ട് വിളിക്കും അൽ ഫാത്തിഹ. ആ സ്വരം നിനക്ക് ഇഷ്ടമായില്ല, അതാ മുഅദ്ദിനോടുള്ള വെറുപ്പല്ല, അല്ലാഹുവിന്റെ കലാമിനോടുള്ള വെറുപ്പാണ്. പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനമായ സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്യുക രാജാതിരാജനായ റബ്ബിനോട്. ഫാത്തിഹയുടെ പ്രത്യേകത എന്താ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ശ്രദ്ധിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഹദീസുകൾ പറഞ്ഞ ഒരുപാട് സമയം വൈകുന്നതുകൊണ്ട് ഞാൻ പലതും കട്ട് ചെയ്ത് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1-2 ഹദീസുകൾ. ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മയാണ്, ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ.
ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ. അപ്പൊ ഖുർആൻ മുഴുവൻ ഓതാനൊരു സമയം കിട്ടുന്നില്ല, കുറച്ച് ഓതാനുള്ള സമയമുള്ളൂ എങ്കിൽ അവിടെ ഫാത്തിഹ ഓതലാണ് നല്ലത്. അൽ ഫാത്തിഹ അൽ ഫാത്തിഹ. നമ്മുടെ വീടുകളിൽ മുഴുവൻ ചടങ്ങുകളിലും ഈ ശബ്ദം മുഴങ്ങി കേൾക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു ഇഷ്ടമാണ് ഈ ഉമ്മുൽ ഖുർആൻ. ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ എന്ന് നബിയുനാ റസൂലുള്ളാഹി സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാ ഇദാ ഖറഅതും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ സൂറത്തുകൾ ഓതിയാൽ, കണ്ടോ, ഇദാ ഖറഅതും അൽഹംദുലില്ലാഹ് എന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുകൾ ഓതിയാൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ഫീ ബിഹംദില്ലാഹി, ഫാത്തിഹ ഓതാതെ തുടങ്ങുന്ന എല്ലാ കാര്യവും ബർക്കത്ത് കുറഞ്ഞു പോയതാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇദാ ഖറഅതും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുകൾ ഓതാണെങ്കിൽ ഫഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം സഹാബ. ഫഇന്നഹാ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാത്തിഹ വിളിക്കുന്നത്? ദുആ ഞങ്ങൾ സമ്മതിച്ചു, ശരിയാണ്, എല്ലാ സ്ഥലത്തും ദുആ ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചു. എന്തിനാ? അൽ ഫാത്തിഹ ഹിയ ഉമ്മുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആന്റെ മാതാവാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ എല്ലാം ഓതാൻ കഴിയാത്തവർക്കല്ലേ, എല്ലാവർക്കും പകരം അമ്മ വന്നാലും മതിയല്ലോ. കല്യാണത്തിന് വിളിച്ചിട്ട് എന്തേലും നിങ്ങളാരും വരാഞ്ഞ് നമുക്ക് വരാൻ ഈ വീട്ടിൽ അമ്മ വന്നിരുന്നു, എന്നാ പിന്നൊന്നും പറയില്ല. അമ്മ വന്നിന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ എല്ലാവർക്കും പകരം, 10 കുട്ടിയേക്കും പകരം അമ്മ. ഹിയ ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മയാണ്. അടുത്തത് കേട്ടൊരു അഅ്ലമു സൂറ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പഴയ കാലത്ത് ഉസ്താദ്മാര് അർത്ഥം പറയും വണ്ണമായ സൂറത്താണ്. വണ്ണമായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാ സൂറത്തുകളുടെയും അന്തസത്ത അതിനകത്തുണ്ട്. ഏറ്റവും പ്രാധാന്യമേറിയ സൂറത്താണ് ഫാത്തിഹ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയോട് പറയാ, ഒരു സ്വഹാബി പറയാ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ റസൂലുള്ളാഹിയോട് കൂടെ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നു. ഫദഅനി, എന്നിട്ട് വിളിച്ചു, എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ച് ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കുക, റസൂലുള്ള പുറത്തുണ്ട്. ഞാൻ നിസ്കരിക്കുമ്പോൾ റസൂൽ എന്നെ വിളിച്ചു. ഫലം ഉജിബുഹു, ഞാൻ റസൂലിനെ വിളിച്ചിട്ട് ഉത്തരം കൊടുത്തില്ല. പിന്നെയോ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നീ കുന്തു ഉസല്ലി, അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ നിസ്കരിക്കുന്നു നബിയേ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വഹാബിയോട് ചോദിച്ചു, അലം യഖുലില്ലാഹു ഇസ്തജീബു ലില്ലാഹി വൽ റസൂലി ഇദാ ദഅാകും, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാ പോണമെന്ന്, പിന്നെന്തേ നിസ്കരിക്കാൻ നടന്നത്, നീ എന്തേ വരാഞ്ഞെന്ന് ചോദിച്ചു. സുമ്മ ഖാല, പിന്നെ എന്നോട് റസൂൽ പറഞ്ഞു, ലഉഅല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ലമു സൂറത്തി ഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്തരമേറിയ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഖബല അൻ തഖ്റുജ മിനൽ മസ്ജിദി, പള്ളി നിങ്ങൾ പോണേന് മുമ്പ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. സുമ്മ അഖദ യദി, പിന്നെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു. ഫലമ്മാ അറാദ അൻ യഖ്റുജ, പിന്നെ റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ നടന്നു. റസൂലുള്ള പള്ളിയിൽ പുറത്തേക്ക് കടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, പരിശുദ്ധമായ ഖുർആനിലെ ഈ അഅ്ലമു സൂറത്തുൻ ഫിൽ ഖുർആൻ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ല നബിയേ. ഏതാണത്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ്. എല്ലാ സൂറത്തുകളെക്കാളും പ്രാധാന്യമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മാത്രമല്ല അഫ്ദലുൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തുമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. പുണ്യനബി ഒരു യാത്രയിലാണ്. ഫനസല, ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഇറങ്ങി. വനസല റജുലുൻ ഇലാ ജാനിബി, അപ്പോഴാണ് ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു നിന്നു. ഫൽതഫത ഇലൈഹി നബിയു, അടുത്ത് വന്നിരുന്ന ആൾ റസൂലുള്ളാഹിനെ നോക്കിയിട്ട് ഫഖാല, റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക ബിഅഫ്ദലിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാല, അയാൾ പറഞ്ഞു, അതേ നബിയെ. ഫതലാലി, റസൂലുള്ളാഹി ഓതി കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹ
ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവിനോട് അടുക്കാൻ ഒരാൾക്ക് ഖുർആനോളം പറ്റാവുന്ന മറ്റൊരു അമലില്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലാണ്. ഖുർആൻ മുഴുവൻ ഓതാൻ കഴിയുന്ന സമയമല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പ്രാധാന്യമുള്ള സൂറത്തുകൾ ഓതുക. അങ്ങനെയുള്ള സൂറത്താണ് അൽ ഫാത്തിഹ. അതുകൊണ്ടാണ് അൽ ഫാത്തിഹ എന്ന് ഏതു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അതിന്റെ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് അൽ ഫാത്തിഹ. ആരംഭം ആദരവോടെ. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും നല്ല സൂറത്താണ്. ഏറ്റവും നല്ല സൂറത്താണ്. എല്ലാ ഖൈറും അടങ്ങിയ സൂറത്താണ്. എല്ലാ നന്മകളും അടങ്ങിയ സൂറത്താണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക യാ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ ബിഖൈരി സൂറത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ നന്മകൾ നിറഞ്ഞൊരു അധ്യായമുണ്ട്. ആ സൂറത്ത് ഏതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്. ഞാൻ പറഞ്ഞു, അതേ നബിയേ. ഖാല ഇഖ്റ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹത്താ തഖ്തിമഹാ. എല്ലാം നന്മയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏതൊരു കാര്യത്തിലും അല്ലാഹുവിനോട് നന്മ ചോദിക്കുന്ന ഒരു അടിമ എല്ലാ നന്മകളും നിറഞ്ഞ സൂറത്തായ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിൽ എവിടെയാണ് എന്റെ പ്രിയമുള്ള മുസ്ലിമേ തെറ്റിപ്പോയത്? അല്ലാഹുവിനോട് അടുത്തിരുന്നൊരു ജനരെ അല്ലാഹുവിൽ നിന്ന് അകറ്റിക്കളയുകയോ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ ഇതുപോലൊരു സൂറത്തില്ല. ഹദീസ് മുഴുവൻ ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരു സ്വഹാബി പറയാൻ, ഞാനൊരു യാത്രയിലാണ്. മദീനയിലെ ഒരു വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാണ്. ദീപാൽ ഫിജാജിൽ മദീന ഫസമഅ റജുലൻ യതഹജ്ജദു. അപ്പോൾ ഒരാൾ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഓത്ത് റസൂലുള്ളാഹി കേട്ടു. വയഖറഉ ബി ഉമ്മിൽ ഖുർആൻ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഇയാൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഓതുന്നത്. ഫഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ഫസ്തമഅ. ആ ഫാത്തിഹ ഓതുന്നത് റസൂലുള്ളാഹി ഇങ്ങനെ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഫാത്തിഹ വിളിക്കല്ലേ നോക്കുമ്പോ ഫാത്തിഹയും കോത്തിഹയും വേണ്ടാന്ന് പറയുന്നവരെ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതെന്താ? ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിഹ ഓതുന്ന ശബ്ദം കേട്ട അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബി പറഞ്ഞ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ ഫാത്തിഹ ഓതുന്നത് ഇങ്ങനെ കേട്ടു. ഓതിങ്ങനെ കഴിയാ സ്വഹാബി ഓതി കഴിഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, മാ ഫിൽ ഖുർആനി മിസ്ലുഹാ. ഫാത്തിഹയോട് പകരം വെക്കാൻ പറ്റുന്ന ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആനിലില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ മാത്രമല്ല, വമാ ഫി തൗറാത്തി വമാ ഫി ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും അങ്ങനെ ഒരു സൂറത്തില്ല. പിന്നെ നബി തന്നെ പറയും, ഞാൻ ഈ ഹദീസുകൾ മുഴുവൻ പറയില്ല കേട്ടോ. ഒരു ഹദീസ് ഓരോ സാഹചര്യത്തിലാണ്. അതിൽ റസൂലുള്ള പറഞ്ഞ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. 12 മണി കഴിഞ്ഞത് കൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ സത്യം അവനെ തരത്തിൽ വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂരി വലാ ഫിൽ ഖുർആനി മിസ്ലഹാ. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഫാത്തിഹയുടെ കടപിടിക്കാൻ പറ്റാവുന്ന അധ്യായമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്നും പറയാൻ ശ്രദ്ധിക്കണേ. 4 സൂറത്തുകൾ ചുവട്ടിലുള്ള ഒരു നിധിയിൽ നിന്നാണ് ആ 4 സൂറത്തുകൾ അല്ലാഹു ഇറക്കിയത്. ഈ 4 സൂറത്തുകളില്ലാതെ വേറെ ഒരു സൂറത്തും അർശിന്റെ ചുവട്ടിലുള്ള പ്രത്യേക നിധിയിൽ നിന്നുള്ള ഇറക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട്. ആ നിധിയിൽ നിന്നുള്ള ഈ 4 സൂറത്തുകൾ ഇറക്കിയതാണ് 4 സൂറത്ത്. ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയുടെ പേരാണ് ഉമ്മുൽ കിതാബ്. ആയത്തുൽ കുർസി, ഖവാതീം സൂറത്തുൽ ബഖറ. അതേപോലെ ആമന റസൂൽ നമ്മൾ നേരത്തെ ഓതിയ വൽ കൗസർ സൂറത്തുൽ കൗസർ. ഈ 4 അല്ലാഹു അർശിന്റെ ചുവട്ടിലുള്ള നിധിയായ സ്ഥലത്ത് നിന്നാണ് ഇറക്കിയത് എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഉമ്മുൽ ഖുർആൻ ഇവലും മിൻ ഗൈരിഹാ. സൂറത്തുൽ ഫാത്തിഹ മറ്റെല്ലാ സൂറത്തുകൾക്കും പകരമാണ്. എന്നാൽ
വേറെ സൂറത്തുകളൊന്നും ഫാത്തിഹക്ക് പകരമാകാൻ പറ്റില്ല. വേറെ സൂറത്തുകളൊന്നും ഫാത്തിഹക്ക് പകരമാകൂല. ഫാത്തിഹ എല്ലാ സൂറത്തുകൾക്കും പകരമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മാത്രമല്ല മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരാൾ ബിസ്മി ഓതി, ثم قرأ ഫാത്തിഹത്തുൽ കിതാബ്, പിന്നെ ഫാത്തിഹ ഓതുകയും ചെയ്താൽ, ثم قال ആമീൻ, പിന്നെ അയാൾ ആമീൻ പറയും ചെയ്താൽ, ലം യബ്ഖ ഫിസ്സമാഇ മലകുൻ മുഖറബ് ഇല്ല ഇസ്തഗ്ഫറ ലഹു, ആകാശലോകങ്ങളിലുള്ള മുഴുവൻ മലക്കുകളും ഈ ഫാത്തിഹ ഓതിയ ആൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഫാത്തിഹ വിളിക്കുന്നത്? എന്തിനാ അൽ ഫാത്തിഹ? അൽ ഫാത്തിഹ ആരംഭം ആദരവോടെ. ഞാൻ കഴിഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് അല്ലാഹു തന്റെ കലാമായ ഖുർആൻ തുടങ്ങിയത്. നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. ആ നിസ്കാരം പ്രാർത്ഥന എന്ന് ദുആയാണ്. നബി പറഞ്ഞത് അഖറബുമായ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹു സാജിദ്. ഒരാൾ സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അയാൾ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുന്ന സമയമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ സുജൂദിൽ അല്ലാഹുവോട് ചോദിച്ചോളൂ. മലയാളത്തിൽ ചോദിക്കരുത്, അറബിയിൽ ചോദിക്കണം. മനസ്സിലായല്ലോ? മലയാളത്തിൽ ചോദിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരം തന്നെ ദുആയാണ്. ദുആയായ നിസ്കാരം അല്ലേ തുടങ്ങേണ്ടത് ഏതുകൊണ്ടാണ്? അൽ ഫാത്തിഹ അൽ ഫാത്തിഹ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിലെ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. അല്ലാഹുവിന്റെ ലോകത്ത് തുല്യതയില്ലാത്ത ഗ്രന്ഥം തുടങ്ങിയത് ഫാത്തിഹ കൊണ്ട്. നിസ്കാരം തുടങ്ങുന്നത്, പ്രാർത്ഥന ആരംഭിക്കുന്നത് ഫാത്തിഹ കൊണ്ട്. രാവുൽ ഇത്തിദാഅ കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹയല്ല, എല്ലാ റക്അത്തിലും ഫാത്തിഹയാണ്. മാത്രമോ എന്റെ പ്രിയമുള്ളവരെ, ഒരാൾ മരിച്ചാൽ നമ്മളെയൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് മയ്യിത്ത് നിസ്കാരം അല്ലേ? മയ്യിത്ത് നിസ്കാരം എന്നത് ദുആയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, മുഅ്മിനീങ്ങളായ 40 ആളുകൾ ഒരു മുഅ്മിന് മയ്യിത്ത് നിസ്കരിച്ച ഒരു മനുഷ്യന് മയ്യിത്ത് നിസ്കരിച്ച അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നു. വേറെ ഹദീസിലുള്ളത് 3 സഫാലുകൾ ഒരാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ മയ്യിത്തിന് അല്ലാഹു പുറത്തു കൊടുക്കും. മയ്യിത്ത് നിസ്കരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ഇയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക റബ്ബിനോട്, പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണം, അപ്പൊ ഞങ്ങൾ ചങ്ങായി, ഞങ്ങളെ സുഹൃത്താണ് അല്ലെ? അതാണല്ലോ അർത്ഥം. കിടക്കണ വാപ്പേ, എന്റെ അമ്മേ, അല്ലെങ്കിൽ എന്റെ കാക്കേ, പഠിച്ചോ പുറത്തു കൊടുക്കണേ. 40 ആളുകൾ അല്ലെങ്കിൽ 3 സഫാലുകൾ ദുആ ചെയ്ത അല്ലാഹു പുറത്തു കൊടുക്കും. ദുആയാണ് മയ്യിത്ത് നിസ്കാരം. ആ ദുആ അല്ലാഹു പഠിപ്പിച്ചത് എങ്ങനെ? ആദ്യം ഫാത്തിഹ ഓതണം. ഒന്നാമത്തെ തക്ബീറത്തിന് ശേഷം ഫാത്തിഹ, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്തു അലാ റസൂലില്ലാഹി, മൂന്നാമത്തെ തക്ബീറിന് ശേഷം അദ്ദുആഉ അലൽ മയ്യിത്തി. ദുആയുടെ മുമ്പ് ഫാത്തിഹ വേണം എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. നിങ്ങളെ ഖുർആനും ഹദീസും നോക്കിയിട്ട് അത് പഠിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അൽ ഫാത്തിഹ പ്രാർത്ഥനയുടെ മുമ്പുള്ള ആരംഭം ആദരവോടെയാകണമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. നിസ്കാരം നൽകുന്ന പദം, നിസ്കാരം നൽകുന്ന സന്ദേശമത. മയ്യിത്ത് നിസ്കാരം ദുആ തന്നെയാണല്ലോ, അത് നൽകുന്ന സന്ദേശമത. ഫാത്തിഹ, സ്വലാത്ത്, പിന്നെ ദുആ. നിങ്ങൾ എവിടെ നോക്കിയിട്ട് അത് പഠിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഫാത്തിഹക്കെതിരെ കൊടുവാളെടുക്കുന്നവരോട് പറയാൻ അവർ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ശത്രുക്കളാണ്. ഫാത്തിഹയുടെ ശത്രുക്കളാണ്. അല്ലാഹുവേ, എന്റെ പരിശുദ്ധ കലാമിനെ ആദരിക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല, പറയും ഉൾപ്പെടുത്തണയല്ല. എല്ലാ ഘട്ടത്തിലും ദുആ ചെയ്യുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. ഒറ്റക്കാരിയോടി പറഞ്ഞോട്ട് സമയമില്ലല്ലോ. ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ആദ്യം ഓതുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ദുആക്ക് ഉത്തരം കിട്ടാൻ പടച്ചറബ് പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ചില സുന്ദരമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ചില സുന്ദരമായ നാമങ്ങൾ നമ്മൾ ഇതിനെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയാ. അല്ലാഹു പറയാണ്, ആ നാമങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ ദുആ ചെയ്തോളൂ, എന്നാൽ അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരും. അല്ലാഹുവിന്റെ വിശുദ്ധമായ നാമങ്ങൾ 99 അസ്മാഉൽ ഹുസ്ന. എല്ലാ ഘട്ടത്തിലും ഒരു ചെറിയ ദുആക്ക് നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ കഴിഞ്ഞോണമെന്നില്ലല്ലോ. അതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട 3 ഇസ്മുകൾ അല്ലാഹ്, റഹ്മാൻ, റഹീം. പല പണ്ഡിതന്മാരും പറയുന്നു ഈ 3 ഇസ്മുകളിലാണ് ഇസ്മുൽ അഅ്ലമുള്ളത്. ചിലർ പറഞ്ഞു അമ്മയാണ്, ചിലർ പറഞ്ഞു റഹ്മാനാൻ, ചിലർ പറഞ്ഞു റഹീമാൻ. ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന ഒരു പേരുണ്ട് അല്ലാഹുവിന്റെ 99 പേരുകളിൽ. ആ പേര് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവോട് എന്ത് ചോദിച്ചാൽ
ചോദിച്ചാലും അല്ലാഹു തരും. അത് ആ ഇസ്മുൽ അഅ്ലം അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. എന്തുകൊണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാം ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അത് ഈ അല്ലാഹും റഹ്മാനും റഹീമുമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പൊരാൾ ഫാത്തിഹ ഓതിയാൽ അയാൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാളെ പോലെയായി. അതിലെ പ്രധാനപ്പെട്ട 3 ഇസ്മുകൾ ചൊല്ലിയിട്ട് ബാക്കിയെല്ലാം ഞാൻ ചൊല്ലിയതുപോലെ റബ്ബേ നീ പരിഗണിക്കണേ എന്ന് മനസ്സിൽ കരുതുകയാണ്. നിയ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ആരെന്ത് മനസ്സിൽ കരുതിയാലും അത് തന്നെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഫാത്തിഹ ഓതുന്ന ഒരാൾ ഇസ്മുൽ അഅ്ലം ചൊല്ലിയതുപോലെയാണ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാളെ പോലെയാണ്. അൽ ഫാത്തിഹ ആരംഭം ആദരവോടെ. എന്തൊക്കെയാണോ ദുആ ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും അല്ലാഹു പരിഗണിക്കാൻ പറഞ്ഞത് അത് മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതാണ് അൽ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുന്നത് പഴയ മഹാന്മാർ പ്രോത്സാഹിപ്പിച്ചത്. ഉമ്മമാരോട് ഞാൻ പറയാം, നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ദുആ ഒരു ഭാഗമാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ഒരു ചെറിയ ദുആയോട് കൂടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 9 മണിക്ക് തുടങ്ങാൻ കഴിയണം. എന്നാൽ ഈ വിഷയം എന്തേലും